لا تذهب الأيام والليالي حتى يخلق القرآن في صدور أقوام من هذه الأمة كما تخلق الثياب ويكون ما سواه أعجب لهم أو كما قال حبيبنا رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തദ്ഹബിൽ അയ്യാമു വല്ലയാലി, രാവും പകലും നശിക്കുകയില്ല. അതായത് ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കുകയില്ല. ഹത്താ യഖ്ലുഖൽ ഖുർആനു ഫീ സുദൂരി അഖ്വാമിൻ മിൻ ഹാദിഹിൽ ഉമ്മ, എന്റെ സമുദായത്തിന്റെ ഖൽബിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധമായ ഖുർആനിന്റെ കോലം എന്ന് പറയുന്നത് കമാ തഖ്ലുഖു സിയാബ്, പഴം തുണി ദ്രവിച്ചു പോകുന്നത് പോലെ, പഴകിയതുപോലെ ദ്രവിച്ചു പോകുന്ന ഒരു കാലം എന്റെ സമുദായത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാകാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ഇല്ല എന്ന് പറഞ്ഞാൽ വയകൂനു മാ സിവാഹു അഅജബ ലഹും, പരിശുദ്ധമായ ഖുർആനിനെയോ ഹദീസിനെയോ കാൾ എന്റെ സമുദായത്തിന് വലുത് ഭൗതികമായ ഇച്ഛകളോടാണ് കേട്ടോ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഭൗതികമായ ആഡംബരങ്ങളോടും അതിന്റെ ഇച്ഛകളോടും ആർഭാടങ്ങളോടും ആഹ്ലാദങ്ങളോടും ആനന്ദങ്ങളോടുമാണ് എന്റെ സമുദായത്തിന് ഇഷ്ടം. പരിശുദ്ധമായ ഖുർആൻ അവർ കന്യമാണ് കേട്ടോ. അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. പക്ഷെ ഖുർആൻ ഒന്ന് ഓതാൻ നമ്മുടെ മനസ്സിന് താല്പര്യം ഉണ്ടായില്ല. ഖുർആൻ പറയുന്ന വഅലിന്റെ സദസ്സിൽ ഇരിക്കാനും മനസ്സ് വരൂല, അത് തോന്നൂല. ഖുർആനല്ലേ പറയുന്നത്, ഹദീസല്ലേ പറയുന്നത്. ഇതൊക്കെ കേട്ടാൽ അത് ഹലാൽ ഇത് ഹറാമെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് വേണ്ട, പയ്യെ മുങ്ങ, ഇവിടുന്ന് പയ്യെ പോകാന്ന് പറഞ്ഞിട്ട് മെല്ലെ പിശാച് വന്ന് നമ്മളെ കൂട്ടിയിട്ട് പോകും. എപ്പോഴാണ് ഇത് കേൾക്കുക, എപ്പോഴാണിത് കേൾക്കുക എന്നാണിത് മനസ്സിലാക്കുക. ഒരിക്കലും നമുക്ക് ഈ മണ്ണിന്റെ അടിയിലേക്ക് പോകണ്ടേ, ആ ഖബറിന്റെ ഇരുണ്ട തുരുത്തിൽ കിടക്കണ്ടേ. ആ ഖബറിൽ നമ്മെ സഹായിക്കാൻ നമ്മുടെ സഹപ്രവർത്തകർ കൂടെയുണ്ടോ? يذهب الصالحون الأولون فالأول وتبقى حفالة كحفالة الشعير والتمر لا يباليهم الله بالا كما قال شفيعنا رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുൻഗാമികളായ മഹാരഥന്മാരെല്ലാം നമ്മെ വിട പറഞ്ഞു പോയി, നമ്മിൽ നിന്നവരെല്ലാം നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. ഇനി ഈ വർത്തമാന കാലഘട്ടത്തിൽ അവശേഷിക്കുന്നത് നമ്മളെ പോലെ ചണ്ടികളാണ് കേട്ടോ. നമ്മളെ കൊണ്ട് അല്ലാഹ്ക്ക് യാതൊരു ഗുണവുമില്ല. മഹത്തുക്കളുടെ മുന്നിൽ നിന്ന് നമ്മൾ സിയാറത്തിന് വേണ്ടി വരികയും അവരെ സ്മരിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ലോകത്തിന് ഒരുപാട് നന്മകളാണ് അവർ സമ്മാനിച്ചിട്ട് പോയത് കേട്ടോ. ഇനി ഈ ദുനിയാവിൽ അവശേഷിക്കുന്നത് കേവലം ചണ്ടികളും ചവറുകളുമാ. ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് പറഞ്ഞത്. ശരിയല്ലേ? നമുക്കിതൊന്നും കേൾക്കാൻ ഇഷ്ടമില്ല. നമുക്ക് കളി ചിരി വളരെ തുച്ഛമായ ആളുകൾ മാത്രമാ. വഅദിനോടൊന്നും ഇപ്പോൾ ആളുകൾക്ക് യാതൊരു താല്പര്യവുമില്ല. നാട് ഇടിച്ചിളക്കി വന്നിരുന്ന സമൂഹം ഇപ്പോൾ വഅലെന്ന് പറയുമ്പോൾ അവർക്കതൊരു വെറുപ്പാണ്. വയകൂനു മാ സിവാഹു അഅജബ ലഹും, അവർക്ക് ഭൗതികമായ രസങ്ങളോടാണ് താല്പര്യം. കളിയാണ്, ചിരിയാണ്, ഫഖർ നടിക്കലാണ്, പ്രൗഢി നടിക്കലാണ്. ഇതിനോടൊക്കെയാണ് ഈ സമുദായത്തിന് താല്പര്യം. അങ്ങനെ ഒരു കാലം വരാതെ ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കുകയേ ഇല്ല. അങ്ങനെ തന്നെ ആളുകൾക്ക് അങ്ങനെയല്ലേ. ഒരു ചെറിയ ഒരു കളി വരട്ടെ, എന്തായിരിക്കും ആള്? പടച്ച റബ്ബേ സുബ്ഹാനല്ലാഹ്, എന്താ കളി, എന്തായിരിക്കും ചിരി. മെസ്സിയുടെ പേരും പറഞ്ഞാൽ ഇപ്പൊ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മത്ത് നമ്മുടെ മക്കൾക്ക് ഇട്ട് കൊടുക്കുന്ന ജേഴ്സി, ആ ബനിയൻ മെസ്സിയുടെ പേരെഴുതിയ 10 നമ്പരാണ്. മെസ്സി അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബി പിൻപറ്റിയ സുന്നത്തിനെ പിൻപറ്റിയ ഒരാളല്ല, ഒരു ആലിമല്ല, ഒരു ആരിഫല്ല, ഒരു വലിയല്ല, ഒരു ഇമാമല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, കേവലം ഒരു പ്ലെയർ.
പക്ഷെ ആളുകൾ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ അതേ മുടി, അതേ ഭാവം, അതേ രൂപം, അതേ ശൈലി, അതേ ഡ്രസ്സ് നമ്മൾ മക്കൾ അണിയാൻ തുടങ്ങി. അണിയണമല്ലോ. കാരണം എന്താ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ലാ തഖൂമുസ്സാ ഹത്താ തഅഖുദ ഉമ്മതി മഅഖദൽ ഉമമി വൽ ഖുറൂനി ഖബ്ലഹാ ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ കഅബയുടെ ഖില്ല പിടിച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലേ, ഏ സമുദായമേ, ലോകം അസ്തമിക്കില്ല കേട്ടോ, ഒരു കാലം വരാതെ ലോകം അസ്തമിക്കില്ല കേട്ടോ. ഏതാണ് ആ കാലമെന്നറിയുമോ? ഹത്താ തഅഖുദ മഅഖദൽ ഉമമി വൽ ഖുറൂനി ഖബ്ലഹാ. പാശ്ചാത്യൻ യൂറോപ്യൻ സംസ്കാരങ്ങൾ എന്റെ സമുദായം ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടം വരാതെ, എത്രത്തോളം എന്ന് വെച്ചാൽ ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ, ഇഞ്ചോട് ഇഞ്ച്, ചാണോട് ചാൺ, ആ പാശ്ചാത്യ ലോബികളെ എന്റെ സമുദായം പിൻപറ്റപ്പെടുന്ന ഒരു കാലം വരാതെ, ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കില്ല സഹാബ. ബഹുമാനപ്പെട്ട സഹാബാക്കൾക്ക് ഇത് കേട്ടപ്പോ അത്ഭുതമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചോദിക്കുകയാ, അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു കാലം വരൂ നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാ, നഅം വ അശദ്ദ മിൻഹു, അതിനേക്കാൾ കടുപ്പമുള്ളത് കാണാൻ പോകുന്നതേ ഉള്ളൂ സഹാബ. വ ഇൻദ ദാലിക, അങ്ങനെ ഒരു കാലം വന്നാൽ, ലാ യഅരിഫൂന മഅറൂഫാ വലാ യുൻകിറൂന മുൻകറാ, നന്മയെ നന്മയായി അവർ തിരിച്ചറിയില്ല കേട്ടോ, തിന്മയായ ഒരു കാര്യം അത് തെറ്റാണെന്ന ബോധം ഈ സമുദായത്തിന് നഷ്ടപ്പെടും കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയല്ലേ? ശരിയല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിൽ വല്ല മാറ്റമുണ്ടോ? ശിബ്റൻ എന്ന് പറഞ്ഞ ഹത്താ ലൗ സലക്തുമൂഹു ഫീ ജുബ്ബി ലബ്ബിൻ ലസലക്തുമൂഹു. അതാണ് അവരെങ്ങനെ ഒരു ഏതെങ്കിലും ഒരു മാളത്തിൽ ഈ യൂറോപ്യൻകാര് പാശ്ചാത്യന്മാർ കയറിയാൽ നമ്മുടെ കൗമും പിന്നാലെ പോകുന്നു. അവനെ അതേപടി പിൻപറ്റുന്നു, അതേപടി അവനെ പിൻപറ്റുന്നു. അങ്ങനെ പിൻപറ്റിയിട്ടല്ലേ ഇപ്പൊ നമ്മൾ അവന്റെ ജേഴ്സി ഇട്ടത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ഒന്ന് ഹയാത്താക്കിയിട്ട്, എന്റെ പൊന്നുമോനെ, ഒരു തൊപ്പി വെച്ചിട്ട് ഒരു തലപ്പാവ് ധരിച്ചിട്ട് നിന്റെ ഉമ്മയോ ഉപ്പയോ നിന്നെ അണിയിച്ചൊരുക്കിയത് കാണാൻ കഴിയുമോ? പള്ളിയിലേക്ക് വരുമ്പോ, മദ്രസയിലേക്ക് വരുമ്പോ, എന്റെ ഹബീബിന്റെ സുന്നത്തിതാ, എന്റെ റസൂലിന്റെ സുന്നത്തിതാ. നാളെ എന്നെ രക്ഷപ്പെടുത്താൻ എന്റെ ഹബീബ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ റസൂലിനെ പിൻപറ്റാതെ മാർഗമില്ല കേട്ടോ. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ തണലിൽ നമുക്ക് കഴിയണോ, ആ മുറാഖബ ലഭിക്കണോ, ആ മുറാഫഖത്ത് ലഭിക്കണോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റണ മക്കളെ എന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരു ഉപ്പയും ഉമ്മയും ഇന്നുണ്ടോ? ഉണ്ടോ? മക്കളെ പറഞ്ഞു വിടുന്നുണ്ടോ? അങ്ങനെ ആര് വിടുന്നു? നമ്മുടെ മക്കളുടെ കൈകളിൽ പച്ച കുത്തുകയാ, നമ്മുടെ മക്കള് കഴുത്തില് ചെയിൻ ഇടുകയാ, കയ്യിൽ ബ്രേസ്ലെറ്റ് ധരിക്കുകയാ, തലമുടി പെണ്ണുങ്ങളെ പോലെ വളർത്തിയിട്ട് ബോ വെക്കുകയാ, റിബൺ വെക്കുകയാണ്, മൂക്ക് കുത്തുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് തെറ്റിപ്പോയോ? ഇല്ല കേട്ടോ. സാദിഖുൽ അമീനായ ഹബീബായ തങ്ങൾ പറഞ്ഞത് പുലരാതെ ലോകം അസ്തമിക്കില്ല മക്കളെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം വരും സഹാബ, അന്ന് ആണിന്റെ കോലം പെണ്ണ് കെട്ടുന്ന കാലമാ, പെണ്ണിന്റെ വേഷം ആണ് ധരിക്കുന്ന കാലമാ.
അങ്ങനെ ഒരു കാലമുണ്ടാകുമോ നബിയെ എന്ന് ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബാക്കൾ ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതേ, അൽ മുതശബ്ബിഹൂന ബിനർ റിജാലി ബിന്നിസാ വൽ മുതശബ്ബിഹാതു മിനൻ നിസാഇ ബിർരിജാൽ. ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണ് ഈ ലോകത്ത് വരാതെ ലോകം അസ്തമിക്കില്ല സഹാബ. പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണുങ്ങൾ ഈ ലോകത്ത് വരാതെ ലോകം അസ്തമിക്കില്ല സഹാബ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാ. ഇന്ന് കമ്മല് ധരിക്കുന്ന പുരുഷന്മാരില്ലേ, മൂക്കൂത്തി കെട്ടുന്ന അണിയുന്ന പുരുഷന്മാരില്ലേ, തലമുടി പെണ്ണുങ്ങളെ പോലെ കെട്ടിവെച്ചിട്ട് റിബൺ പോലത്തെ ബോ വെക്കുന്ന മുസ്ലിമില്ലേ, ആണുങ്ങളില്ലേ, കയ്യിൽ ബ്രേസ്ലെറ്റ് ധരിക്കുന്ന ആണുങ്ങളില്ലേ. അള്ളാന്റെ റസൂലിന്റെ സുന്നത്തല്ല മക്കളെ, ഇത് പാശ്ചാത്യ ലോബികളുടെ സുന്നത്താ. ആരെയാ നിങ്ങൾ പിൻപറ്റുന്നത്? ഹബീബായ തങ്ങളെയാണോ? ഈ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളുടെ മുന്നിൽ വന്ന് നിന്ന് നിങ്ങൾ യാസീൻ ഓതി ദുആ ചെയ്യുമ്പോൾ ഓർക്കണേ, അവരെന്തിന്റെ പേരിലാണ് ഇത്രത്തോളം ലോകത്ത് ആദരിക്കപ്പെടുന്നതെന്നറിയോ? ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ജീവന്റെ ജീവന് തുല്യമായി സ്നേഹിച്ചവരാ. ആ പ്രവാചകന്റെ സുന്നത്തിനെ തന്റെ ജീവിതത്തിൽ ഹയാത്താക്കിയവരാണ്. എന്തുകൊണ്ടാണ് ബഗ്ദാദിൽ അടങ്ങിയിരിക്കുന്ന മഹാനായ ജീലാനി തങ്ങൾ ഖുദ്ദിസ സിർറുഹുവിനെ ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് പുകഴ്ത്തുന്നതിന്റെ കാരണം എന്തേ? ആ മഹാനുഭാവനല്ലേ ലക്ഷോപലക്ഷം ജനങ്ങളെ വഴികേടിൽ നിന്ന് മുഹീദ്ദീൻ, ചത്തുപോയ ദീനിനെ, തകർന്നുപോയ ദീനിനെ പുനരുജ്ജീവിപ്പിച്ച മഹത് വ്യക്തിത്വമല്ലേ. ലോകത്ത് ഏതോ ഒരു മൂലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാനുഭാവനെ ഈ കൊച്ചു കേരളത്തിലെ സദസ് പോലും പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യണമെങ്കിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങളെ തന്റെ ഖൽബിന്റെ കാതലായി കൊണ്ടുവന്നത് കൊണ്ടല്ലേ. എന്തിനാണ് അജ്മീറിലേക്ക് നിങ്ങൾ പോകുന്നത്? ആരാണ് അവിടെ കിടക്കുന്നതെന്നറിയോ? ലക്ഷോപലക്ഷം മുശ്രിക്കുകളെ അള്ളാന്റെ തൗഹീദിലേക്ക് നയിച്ച മഹാനാ ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീനിൽ ജിശ്തിയിൽ അജ്മീരി ഖുദ്ദിസ സിർറുഹു. ആ മഹാനുഭാവം പിൻപറ്റിയത് ഹബീബായ തങ്ങളെയാണ്. നാളെ അവരുടെ ചാരത്താണ് അവർ വിശ്രമിക്കുന്നത്, ഹബീബിന്റെ ഓരത്താണ് അവർ വിശ്രമിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരാ, എന്തുകൊണ്ടാണ് അതേപോലെ നമുക്കും ആ പ്രവാചകനെ ഒന്ന് പിൻപറ്റിക്കൂടെ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണോ നമ്മുടെ കയ്യിൽ പച്ച കുത്താൻ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണോ നമ്മുടെ കാതിൽ കമ്മലണിയാൻ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണോ നമ്മുടെ കയ്യിൽ ബ്രേസ്ലെറ്റ് ധരിക്കാൻ? ഇതെല്ലാം പെണ്ണുങ്ങൾക്കുള്ള വേഷമാ ആണുങ്ങളെ, അത് നമുക്ക് വേണ്ട കേട്ടോ. നാളെ ഈ കാണുന്ന 6 അടി മണ്ണിലേക്ക് നമ്മൾ പോകുമ്പോ ഇതെല്ലാം അഴിച്ചു മാറ്റി വെച്ചിട്ടാണ് പോകേണ്ടത്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് മോതിരമില്ലാതെ, വളയമില്ലാതെ, ബ്രേസ്ലെറ്റ് ഇല്ലാതെ, മാലയില്ലാതെ, ബോയില്ലാതെയാണ് നീ പിറന്നു വന്നത്. ഒരു ഗർഭപാത്രത്തിന്റെ അറയിൽ നിന്ന് ഒരു വെളിച്ചത്തിന്റെ ലോകത്തേക്ക് നിന്നെ അള്ളാഹു കൊണ്ടുവരുമ്പോ ഇതേപോലെ ഭൂമിയുടെ ഗർഭപാത്രത്തിലേക്ക് നീ നാളെ പോകേണ്ടവനാ. നിനക്ക് കൊടി പിടിച്ചവനൊന്നും അവിടെ വരില്ല കേട്ടോ. ഒരുപക്ഷേ വരുന്നത് നിന്റെ ഖബറിന്റെ മുകളിൽ ഒരു റീത്ത് സമർപ്പിക്കാനാണ് കേട്ടോ. നിന്റെ മയ്യത്ത് ഈ നെല്ലിക്കുന്ന് പള്ളിയുടെ ഖബർസ്ഥാനിൽ വെച്ചിട്ട് മീതെ പലക നിവർത്തിയിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. 3 പടി മണ്ണ് വാരി സമ്മാനിച്ചിട്ട് അവർ എന്നേക്കുമായി വിട പറഞ്ഞു പോവുകയാണ്. ആ സമയത്ത് നിനക്ക് ആരുമില്ല മോനെ. ആ ഖബറിന്റെ അരികിൽ നീ അല്പ
അല്പസമയം നിൽക്കണേ പോകരുതേ എന്ന് വാവിട്ട് കരഞ്ഞാ പോലും ആ ഖബറിന്റെ അരികിൽ നിൽക്കാൻ നമുക്കൊരു കൂട്ടുകാരനെ കിട്ടില്ല കേട്ടോ. അത് നിനക്ക് ജീവനുള്ളിടത്തോളം കാലം, സമ്പത്തുള്ളിടത്തോളം കാലം, ആരോഗ്യമുള്ളിടത്തോളം കാലം നിനക്ക് കൂട്ടുകാരുണ്ടാകും. പക്ഷേ നീ ചേതനയറ്റ ശരീരമായി പോയാൽ ഒരാൾ പോലും നിന്നെ സഹായിക്കാൻ കാണില്ല കേട്ടോ. സഹായിക്കാനുണ്ടാകും. പള്ളിക്കാട് വരെയാണ് ആ ഖബറിന്റെ ഉള്ളിലേക്ക് മയ്യത്തെടുത്ത് വെച്ചിട്ട് എല്ലാവരും സലാം പറഞ്ഞു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ഏതാനും നിമിഷത്തിനുള്ളിൽ ആ ഖബറിൽ നീ കണ്ണു തുറക്കാൻ പോവുകയാണ്. ഇന്നലെ നിന്റെ കണ്ണടഞ്ഞതാണ്, അന്ന് നീ മരിച്ചുപോയെന്ന് പറഞ്ഞ് നാനാദിക്കിൽ നിന്ന് ജനങ്ങൾ നിന്നെ തേടി അവിടെ എത്തി. നിന്റെ മുന്നിലിരുന്ന് യാസീനോദി ദുആ ചെയ്തു. ഈ ഖബറിന്റെ ഉള്ളിലേക്ക് നിന്റെ മയ്യത്ത് വെച്ചിട്ട് അവര് പോയില്ലേ? നീ കരുതുന്നുണ്ടോ എക്കാലത്ത് ഞാൻ ഉറങ്ങിക്കിടക്കുമെന്ന്? കരുതണ്ട. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിന്റെ റൂഹിനെ അവിടെ മടക്കപ്പെടുകയാണ് കേട്ടോ. കണ്ണ് നീ തുറക്കുകയാ, നീ ലോകം അറിയുകയാ. പടച്ച റബ്ബേ, ഞാൻ ഏതൊരു ലോകത്ത് നിന്നാണ് ഏതൊരു ലോകത്തേക്ക് കടന്നു വന്നതല്ലാ. രണ്ട് ഭീകര ജീവികളായ മലക്കുകൾ നിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ഇത് യാഥാർത്ഥ്യമാണ്, ഇത് യാഥാർത്ഥ്യമാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല കേട്ടോ. എത്ര വലിയ നിഷേധികളെ പോലും വേദനിപ്പിച്ച മണ്ണാണ് ആ ഖബറിന്റെ ഇരുണ്ട അറ. ആ ഖബറിലേക്ക് കിടക്കുമ്പോ രണ്ട് രൂപം നിന്നെ തട്ടി ഉണർത്തുകയാണ്, എഴുന്നേൽപ്പിച്ചിരുത്തുകയാ, നിന്നോട് ചോദിക്കുകയാണ് മൻ റബ്ബുക, ആരാണടോ നിന്റെ റബ്ബ്? ആരാൻ? മെസ്സി ആരാധിച്ചവൻ പറയും മെസ്സി, നെയ്മറിനെ ആരാധിച്ചവൻ പറയും നെയ്മർ, എംബാപ്പെ ആരാധിച്ചവൻ പറയും എംബാപ്പെ, റൊണാൾഡോ ആരാധിച്ചോ റൊണാൾഡോ, ഫിലിം സ്റ്റാറിനെ ആരാധിച്ചവൻ അവരവരുടെ പേര് പറയും. അല്ലാഹയെ ആരാധിച്ചവൻ റബ്ബി അല്ലാഹ്. നല്ല ചങ്കൂറ്റത്തോടെ, നല്ല മനസ്സോടെ അല്ലാഹു നമുക്കെല്ലാവർക്കും പറയാൻ തൗഫീഖ് തരട്ടെ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേർക്കും പടച്ചവനെ ഈ റജബിന്റെ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹുവിടെ അടക്കം ചെയ്യപ്പെട്ട മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹു നിന്റെ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട്, നിന്റെ അർശ് കുർസിയുടെ ബർക്കത്ത് കൊണ്ട് ആ ഖബറിലത്തെ ആദ്യത്തെ ചോദ്യത്തിന് റബ്ബി അല്ലാഹ് എന്ന് മനം കുളിർക്കെ പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ പടച്ചവനെ, ഭാഗ്യം തരണേ പടച്ചവനെ, ഭാഗ്യം തരണേ പടച്ചവനെ. ഗഡ്യ രക്ഷപ്പെട്ടു. ഒരൊറ്റ വാക്ക് നമ്മൾ പറഞ്ഞാൽ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു എപ്പോഴും അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. എപ്പോഴും കുല്ലുൻ അല്ലാഹ്, കുല്ലുൻ ബില്ലാഹ്, കുല്ലുൻ ലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എവിടെയും അല്ലാഹ് അല്ലാഹ്. യാ ഹന്നാനു യാ മന്നാൻ യാ ദയ്യാനു യാ സുബ്ഹാൻ. അള്ളാഹെ വിളിച്ച് എന്തിനാണ് മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ നമ്മൾ പോകുന്നത്? എന്തിന്റെ സിയാറത്ത് ചെയ്യാൻ പോകുന്നത്? എന്തിന്റെ അദ്ദേഹത്തിന് നമ്മൾ ദുആ ചെയ്യുന്നത്? നമ്മൾ ഇവിടുന്ന് ഫാത്തിഹ ഓതുന്നത് എന്തിനാണ്? അദ്ദേഹം അത്രയ്ക്കും വിളിച്ചു അള്ളാഹയെ. തന്റെ ജീവിതത്തിൽ അല്ലാഹ് അല്ലാഹ് എന്നുള്ള ചിന്തയായിരുന്നു. ഔലിയാക്കളെല്ലാം അങ്ങനെ ആയിരുന്നില്ലേ? നമ്മുടെ മാലിക് ദിനാറിലൊക്കെ വന്നതും കേരളത്തിൽ ദീന് തുടങ്ങി കൊടുക്കാൻ വേണ്ടി സൗകര്യം കിട്ടിയ എല്ലാം ഈ മണ്ണല്ലേ? അതുകൊണ്ടല്ലേ ഈ കാസർഗോട്ടുകാർക്ക് അല്ലാഹ് എത്ര നിഅമത്ത് ചെയ്തത്? എത്ര വലിയ നിഅമത്ത് അല്ലാഹു ചെയ്ത്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അത് അള്ളാന്റെ മാർഗത്തിൽ നിങ്ങളത് ചെലവ് ചെയ്യണം. അള്ളാഹ് നിങ്ങൾക്ക് ചെയ്ത് എത്ര നിഅമത്തെന്നറിയോ? നിങ്ങൾ ഒരുപാട് ശുക്ർ ചെയ്യണം. ഞങ്ങളെക്കാളും നിങ്ങൾ ശുക്ർ ചെയ്യണം. അറബികളെ പോലെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. നല്ല വീട്, നല്ല ഭക്ഷണം, നല്ല പെണ്ണ്, നല്ല ചെറുക്കൻ, കാണാൻ രസം, ഇമ്പം, ചന്തം, ജോറ്, ചൊറ, സൂപ്പർ, എല്ലാം അടിപൊളിയാണ്. എല്ലാം നിലയ്ക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ നിഅമത്തും തന്നു. ഞങ്ങളെക്കാൾ കൂടുതൽ തെക്കൻ കേരളക്കാരെക്കാൾ കൂടുതൽ വടക്കൻ കേരളക്കാർ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യണം. എല്ലാ നിഅമത്തും അള്ളാഹു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നിലനിർത്തട്ടെ. അത് നല്ല മാർഗത്തിൽ ചെലവ് ചെയ്യുന്നുണ്ട്, നല്ല കാര്യത്തിനുണ്ട് ചെലവ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് വലിയൊരു ഭാഗ്യമാണത്. അത് അല്ലാഹ് അല്ലാഹ് എന്നുള്ള ചിന്തയിൽ നമ്മൾ ചെലവാക്കണം. എന്നാൽ നമ്മൾ മരിച്ച് ഖബറിന്റെ അടുത്ത് പോകുമ്പോൾ മലക്ക് വരുമ്പോൾ അല്ലാഹ് റബ്ബി അല്ലാഹ് എന്ന് നമുക്ക് പറയാൻ പറ്റും.
അതാണല്ലോ നമ്മൾ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഫാൻസ് അസോസിയേഷൻ. എന്ത് ഈ ഫാൻസ് അസോസിയേഷൻ? ഈ ഫാൻ എന്ന് പറഞ്ഞ ആരാ? ഈ ഫാൻ ആരാധ്യൻ ആരാണ്? ഞാൻ മെസ്സിയുടെ ആരാധ്യൻ. മെസ്സി എൻ്റെ ആരാധ്യനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പോയില്ലേ? ഈമാൻ പോയില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല കേട്ടോ. ആരാധ്യൻ അവനാണ്. നമ്മൾ അള്ളാന്റെ ഫാനാണെന്ന് പറയണം. ബാക്കിയെല്ലാം കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹു അല്ലാതെ ആ നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമായ ആ ജ്യോതിസല്ലാതെ ബാക്കിയെല്ലാം നശിച്ചു പോകും മക്കളെ, തകർന്നു പോകും യുവാക്കളെ. നമ്മൾ ആരെയെല്ലാം ആരാധിച്ചിട്ടുണ്ടോ അതെല്ലാം നശിച്ചു പോകും കേട്ടോ. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസ്. പരിശുദ്ധമായ ഖുർആനിൽ സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുന്നതിനെ കുറിച്ചുള്ള ആയത്ത് വരുന്നുണ്ട് കേട്ടോ. അതിൽ 3 നിലയ്ക്കുള്ള ഊത്താണ് പരിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. ഒന്നാമത്തെ ഊത്തിലൂടെ ജനങ്ങളെ പേടിപ്പിക്കലാണ്. രണ്ടാമത്തെ ഊത്തിലൂടെ ഫസഇഖ മാ ഫിസ് സമാവാത് വമാ ഫിൽ അർളി ഇല്ലാ മാ ഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ എല്ലാ തകർന്ന് തരിപ്പണമായി പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ആരാണ് ചിലരെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, ആരാണ് ചിലര് നബിയേ? ചിലരൊഴികെ ബാക്കി എല്ലാം തകർന്നു പോകുമെന്ന് പറയുന്നുണ്ടല്ലോ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്, 4 മലക്കുകളെ മാത്രം അവശേഷിക്കും. അതിലൊന്ന് ജിബ്രീല്, 2 മീകായില്, 3 ഇസ്രാഫീല്, 4 മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിമുസ്സലവാത്തു വത്തസ്ലീമാത്ത്. ഈ 4 പേര് മാത്രമാണ് അവശേഷിക്കുക. ബാക്കിയുള്ള ആരാധ്യർ എന്ന് പറയുന്ന മുഴുവൻ പേരും കേട്ടോ മണ്ണിനടിയിൽ തകർന്ന് തരിപ്പണമാകും. അവർക്കൊന്നും ഒരായസില്ല കേട്ടോ. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാൻ മാലഹാ. ഭൂമി കിടകിടാ വിറപ്പിക്കപ്പെടുകയാണ്. ഈ ഭൂമിക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ടിരിക്കുന്ന രഹസ്യങ്ങൾ അതിന്റെ പരസ്യമായി പറയപ്പെടുന്ന ഒരു കാലം വരികയാ. ജനങ്ങൾ പരസ്പരം ചോദിക്കുകയാണ്, പടച്ചവനേ, എന്താണ് ഞങ്ങൾ ഈ കേൾക്കുന്നത്? എന്താണ് ഞങ്ങൾ ഈ സംഭവിക്കുന്നത്? ഞങ്ങൾ ഇതിന് നേർസാക്ഷ്യം വഹിക്കുകയാണല്ലോ. വഖാലൽ ഇൻസാൻ മാലഹാ. ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓരോ വ്യക്തികളും പരസ്പരം ചോദിക്കുന്ന ഒരു ദിവസം സംജാതമാകും കേട്ടോ. അന്ന് നമുക്ക് മറുപടിയില്ല, അന്ന് നമുക്ക് സുരക്ഷാ വലയമില്ല, അന്ന് നമുക്ക് അംഗരക്ഷകരില്ല. നമ്മെ രക്ഷിക്കാൻ ഒരാളും നമ്മിലേക്ക് കടന്നു വരില്ല. അന്ന് മുഴുവനും തകർക്കപ്പെടുകയാണ്, അന്ന് മുഴുവനും നശിക്കുകയാണ്. ഒരാളുമില്ല ഈ ലോകത്ത്. ആര് ഏത് മനുഷ്യനെ ആരാധിച്ചിരുന്നോ, ഏത് ബിംബങ്ങളെ ആരാധിച്ചിരുന്നോ, ഏത് വടവൃക്ഷങ്ങളെ ആരാധിച്ചിരുന്നോ, അത് മുഴുവനും തകർന്ന് തരിപ്പണമാകുമത്രേ. ഇല്ല മൻ ഷാ അല്ലാഹ്
അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ, നിതാന്ത ജാഗ്രതയുള്ള അല്ലാഹുവും ഒഴികെ ബാക്കിയെല്ലാം തകർന്നു പോവുകയാണ്. ഈ നശിച്ചു പോകുന്നവനെ വാനോളം ഉയർത്തിയിട്ട് ഞാൻ അവന്റെ ഫാനാണെന്ന് പറയണോ ചെറുപ്പക്കാരാ? ഒരിക്കലും നശിക്കാത്ത റബ്ബേ നീയാണ് എനിക്ക് തുണയെന്ന് വിളിക്കലല്ലേ നല്ലത് ചെറുപ്പക്കാരാ. ആ പ്രവാചകൻ അല്ലാഹുവിനെ അല്ലേ വിളിച്ചുകൊണ്ട് നടന്നത്? അല്ലാഹുവിനെ അല്ലേ ലോകത്ത് പരിചയപ്പെടുത്തിയത്? ആ നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, അവനെ ഒന്ന് കാണാനല്ലേ ഹബീബ് ആഗ്രഹിച്ചത്? മുസ്ലിമീങ്ങളായ നമ്മുടെയും ആഗ്രഹം അതല്ലേ? അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ 4 മലക്കുകൾ ഒഴികെ ബാക്കിയെല്ലാം നശിച്ചു പോകുമെന്ന് പറഞ്ഞത്. ഇല്ല ഇല്ല, ഈ 4 പേരും നശിച്ചേ മതിയാവൂ. ജിബ്രീലും മരിക്കും കേട്ടോ, മീകായിലും മരിക്കും കേട്ടോ, ഇസ്രാഫീലും മരിക്കും കേട്ടോ, മലക്കുൽ മൗത്ത് അസ്റായീലും മരിക്കും കേട്ടോ. നമ്മുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുൽ മൗത്ത് ഉണ്ടല്ലോ, ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു തആല ജിബ്രീലിനോട് ചോദിക്കുകയാ, ജിബ്രീലേ, ഈ ഭൂമിയുടെ മുകളിൽ ഇനി ആരാണ് ജീവിച്ചിരിക്കുന്നത്? ഞാനുണ്ട് അല്ലാ, മീകായിലുണ്ടല്ലാ, ഇസ്രാഫീലുണ്ടല്ലാ, അസ്റായീലുണ്ടല്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീലിനോട് പറയും, ലാ ബുദ്ദ മിൻ മൗതിക. ജിബ്രീലേ, നീ മരിക്കൽ അനിവാര്യമാണ്, നീയും മരിക്കണേ. ജിബ്രീൽ മരിക്കുകയാ. മീകായിലിനോട് പറയും, ലാ ബുദ്ദ മിൻ മൗതിക, നീയും മരിക്കൽ അനിവാര്യമാണ്, മീകായിലും മരിക്കുകയാണ്. ഇസ്രാഫീലിനോട് പറയും, ലാ ബുദ്ദ മിൻ മൗതിക, നീയും മരിക്കൽ അനിവാര്യമാണ് കേട്ടോ. അങ്ങനെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. അവസാനമായി മരിക്കുന്ന മലക്ക് രണ്ടഭിപ്രായമുണ്ട്. ഒന്ന് ജിബ്രീലാണെന്നും പറയപ്പെടുന്നു, മറ്റൊന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ആണെന്നും പറയപ്പെടുന്നു. എന്തായാലും അസ്റായീലും മരിക്കും കേട്ടോ. നമ്മുടെ റൂഹിനെ പിടിക്കുന്ന മലക്ക, ആ മലക്കുൽ മൗത്തും ഈ ലോകത്ത് നിന്ന് വിട പറയും കേട്ടോ. മലക്കുൽ മൗത്തിനോട് അല്ലാഹു പറയുകയാ, ലാ ബുദ്ദ മിൻ മൗതിക യാ മലക്കൽ മൗത്ത്. ഏ മലക്കുൽ മൗത്തേ, നീയും മരിക്കൽ അനിവാര്യമാണ് കേട്ടോ. മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം മരിക്കണമെന്ന് അള്ളാന്റെ തീരുമാനം വരുമ്പോ യജീഉ ബൈനൽ ജന്നത്തി വന്നാർ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലേക്ക് വരികയാണ്. സുമ്മ യൻസിഉ റൂഹഹു, അദ്ദേഹം സ്വന്തമായി തന്റെ റൂഹിനെ പിടിക്കുകയാ. ആ റൂഹിനെ പിടിക്കുമ്പോ ഫയസീഹു സൈഹാ, ഫയസീഹു സൈഹാ, വേദന കൊണ്ട്, കഠിനമായ വേദന കൊണ്ട് അട്ടഹസിക്കുകയാ. കഠിനമായ വേദന സഹിക്കവയ്യാതെ അട്ടഹസിക്കുകയാണ്. ഉടനെ ആ മലക്കുൽ മൗത്ത് പോലും പറയുകയാണ്, പടച്ച റബ്ബേ, അല്ലാഹുവേ, ഇത്രത്തോളം റൂഹിനെ പിടിക്കുമ്പോ വേദനയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സഹോദരങ്ങളായ സത്യവിശ്വാസികളുടെ റൂഹിനെ മെല്ലെ മെല്ലെ പിടിക്കുമായിരുന്നു. അല്ലാ, മലക്കുൽ മൗത്ത് പോലും അറിയില്ല ഇത്രത്തോളം റൂഹിനെ പിടിക്കുമ്പോ വേദനയുള്ള കാര്യം. ഓർക്കണേ സഹോദരാ, മലക്കുൽ മൗത്ത് പോലും ആ വേദന അനുഭവിക്കുകയാണ്. ലോകത്തിന്റെ പ്രവാചകൻ അനുഭവിച്ചില്ലേ? വിപ്ലവത്തിന്റെ നായകൻ അനുഭവിച്ചില്ലേ? നമ്മെ നാമാക്കി മാറ്റിയ ലോകത്തിന്റെ ഗുരുഭൂതരായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവശനായി ആയിഷ ബീവിയുടെ നെഞ്ചിൽ കിടക്കുകയാ. ശരീരം തളർന്നു പോവുകയാ. ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷേ, ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് ഇത്ര വേദനയുണ്ടോ ആയിഷേ? ഇത്രത്തോളം വേദനയുണ്ടോ ആയിഷേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിൽ 2 പേര് അനുഭവിക്കുന്ന മരണവേദനയാണ് അല്ലാഹുവിന്റെ റസൂൽ ഒറ്റയ്ക്ക് അനുഭവിച്ചതെന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ
റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി നേരിൽ നബി തങ്ങളുടെ വഫാത്തിന്റെ വെപ്രാളം കണ്ടുകൊണ്ട് പറയുകയാണ്, എന്റെ ഹബീബായ തങ്ങൾ അനുഭവിച്ച മരണവേദന ഞാൻ നേരിൽ കണ്ടവളാ. ഇതേപോലെ ഒരു മരണവേദന ഇനി ലോകത്തൊരാളും അനുഭവിക്കില്ല കേട്ടോ. അത്രത്തോളം വേദന അനുഭവിച്ചിട്ട് നാം ഈ മണ്ണിനടിയിലേക്ക് പോകുകയുള്ളൂ യുവാക്കളെ. അതെപ്പോഴാ മരിക്കുക എന്നറിയില്ല. ഞാനൊരു ചെറുപ്പക്കാരനാ, എനിക്കിന്നി 100 വയസ്സ് വരെയുണ്ട്, 60 വയസ്സ് വരെയുണ്ട്. ഞാനിപ്പോ മരിക്കൂല എന്ന് കരുതണ്ട കേട്ടോ. ദിവസം തോറും പത്രമെടുത്തിട്ട് ചരമകോളമൊന്ന് നോക്കണേ. എത്ര ചെറുപ്പക്കാരാ, പരിശുദ്ധമായ മുസ്ലിം ചെറുപ്പക്കാരാ, എത്ര ഫ്രീക്കന്മാരാ ഹൈവേ റോഡിൽ വണ്ടി ഇടിച്ചു കിടക്കുന്നത്. നമ്മൾ എന്നും കാണുന്ന കാഴ്ചയല്ലേ. അവരുടെ ജീവിതത്തിൽ അവർ എന്ത് ബാക്കിയാക്കിയിട്ടാണ് പോയത്? ഒന്ന് ചിന്തിക്കൂ സഹോദരാ. നമസ്കാരമില്ല, ഇബാദത്തില്ല, കേവലം പാസ്പോർട്ടിൽ മുസ്ലിം എന്ന പേരാണ്. പള്ളിയുമായി പുലബന്ധം പോലുമില്ല, അല്ലാഹുവിന്റെ റസൂലുമായി ഒരു സുന്നത്തോ ഒരു സ്നേഹവുമില്ല. മരിക്കുമ്പോ മാത്രം പള്ളിക്കാട്ടിലേക്ക് വരുന്ന ആ ഒരു ദുരവസ്ഥയാണെങ്കിൽ നിന്നോട് ചോദിക്കപ്പെടുമ്പോ മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോ ഹാ ലാ അദ്രി, എനിക്കറിയില്ല എന്റെ നാശമേ എന്ന് പറയേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. പോയി പിന്നെ രക്ഷയില്ല. എനിക്കറിയില്ല എന്നെങ്ങാനും പറഞ്ഞു പോയാൽ തീർന്നു, പിന്നെ രക്ഷയില്ല. മറിച്ച് റബ്ബി അല്ലാ ആരെങ്കിലും പറഞ്ഞാൽ നാദാ മുനാദിം മിനസ്സമാ, ആകാശലോകത്ത് നിന്ന് വിളിയാളമുണ്ടാകും കേട്ടോ. അൻ സദഖ അബ്ദി, എന്റെ ദാസൻ പറഞ്ഞത് സത്യമാണ് മലക്കുകളെ. അതുകൊണ്ട് ഇഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന. 6000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ കിടന്നുറങ്ങിയ നിന്റെ മയ്യത്ത് ഈ കാണുന്ന 100 സ്ക്വയർ ഫീറ്റിന്റെ ഖബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടിടുമ്പോ അത് വിശാലമാകണോ. റബ്ബി അല്ലാ എന്നൊരു വാക്ക് നിന്റെ നാവിൽ നിന്ന് വന്നാൽ ആകാശത്ത് നിന്ന് അല്ലാഹു വിളിച്ചു പറയും അത്രേ, എന്റെ ദാസൻ പറഞ്ഞത് സത്യമാണ് കേട്ടോ. അദ്ദേഹത്തിന് വേണ്ടി ആ ഖബറിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കണേ. സ്വർഗത്തിന്റെ വിരിപ്പ് വിരിക്കണേ. സ്വർഗത്തിന്റെ രസാനുഭൂതികൾ കാട്ടിക്കൊടുക്കണേ. ഒറ്റ ഫാൻ. ആരുടെ ഫാനാകണം? അല്ലാഹുവിന്റെ. എംബാപ്പയുടെ ഒന്നും അല്ല. മെസ്സിയുടെ ഒക്കെ ഉടുപ്പും അവന്റെ അണ്ടർവെയറൊക്കെ ഊരിക്കളാ. ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നടക്കുന്നത്. മെസ്സിയുടെ ഒക്കെ ഉടുപ്പ് അണ്ടർവെയർ ഇട്ടിട്ട് നമ്മൾ നടക്കണം. അത് കാണിക്കാൻ വേണ്ടിയിട്ട് എത്ര ആയിരം രൂപ അവന്റെ അണ്ടർവെയർ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫ്ലക്സ് അടിച്ച് കൊടുത്ത പൈസ 5.25 കോടി രൂപ. എത്ര പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാം? ഒരു 5 ലക്ഷം റുപ്യ കൊടുത്തിട്ട് പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുത്താൽ നിനക്ക് ഖബറിനകത്ത് പുണ്യം ഉണ്ടായിരുന്നു. നിനക്ക് ഖബറിൽ പുണ്യം ഉണ്ടായേനെ. ഒരു സറാമ്പി ചെറിയൊരു തൈക്കാവ് പള്ളി വെച്ച് കൊടുത്തിരുന്നെങ്കിൽ നിനക്ക് പുണ്യം ഉണ്ടായേനെ. 10 പേർക്ക് മുസാഫ് വാങ്ങി കൊടുത്ത് ഖുർആൻ ഓതാൻ പഠിച്ച 10 മുത്തഅല്ലിമീങ്ങൾക്ക് 10 ദിവസത്തെ ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ നിനക്ക് പുണ്യം ഉണ്ടായേനെ. നിന്റെ മരിച്ചുപോയതിന്റെ ഉപ്പ ഉമ്മക്കെല്ലാം ഖബറിൽ ഗുണം ബർക്കത്തുണ്ടായേനെ. അതെല്ലാം കളഞ്ഞിട്ട് എംബാപ്പയുടെ ജട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കി കൊടുത്തു. അവൻ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്ന പൊക്കി കാണിക്കുന്ന സാധനം. ഇതിന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് 5.25 കോടി രൂപ. 5.25 കോടി രൂപ. സമാധാനം പറയണം. പൈസ മുടക്കിയവരൊക്കെ സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. കളിയും ചിരി. അപ്പൊ ഞാൻ പറഞ്ഞ ശരിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാലം വരും, അന്ന് ഈ സമുദായത്തിന് ഇഷ്ടം ഇത് തന്നെയാണ്, കളിച്ചിരി. ശരിയല്ലേ? അന്ന് ഒരു കാലം വരും, ഈ കാലഘട്ടത്തിൽ അന്ന് അതായിരിക്കും ആളുകൾക്ക് ഇഷ്ടം. അല്ലാതെ ഈ വഅദ് നസീഹത്ത് ഖുർആൻ. എന്റെ പൊന്നു സഹോദരൻ, ഇവിടെ ഒരു പന്തളിയാണെങ്കിൽ ഇവിടെ നിൽക്കാൻ സ്ഥലം കിട്ടുമോ? അടുത്ത മക്കബറോട് പൊളിക്കേണ്ടി വരും ആളുകൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്.
അപ്പം ഞാൻ പറയുന്നത് ഇനി ഉറൂസിന് ഒന്നുകിൽ ഒരു ഗാനമേള വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പന്ത് കളി, എൻ്റെ ഒരു ഫൈനൽ മത്സരം വെക്കുക, ലാസ്റ്റ് ഒരു ദുആ സമ്മേളനം വെക്കുക. ഭയങ്കര ആളായിരിക്കും എല്ലാ ഉറൂസിനും. അത് തന്നെ നിങ്ങൾ നോക്കിക്കോളി, കമ്മിറ്റിക്കാർക്ക് പൈസയും കിട്ടും, ഭയങ്കര ആള് വായിക്കും, ഭയങ്കര ഉഷാറായിരിക്കും, നല്ല റാഹത്തായിരിക്കും. നിങ്ങളൊന്ന് വെച്ച് നോക്കി. അല്ലെങ്കിൽ ഷെയ്ഖുന എംബാപ്പയെ കൊണ്ടുവരണം ദുആയ്ക്ക്. ഷെയ്ഖുന എംബാപ്പ ഇവിടെ ദ്വാരക്കാൻ വന്നാൽ അല്ലാഹ് സുബ്ഹാനല്ലാഹ് ഇവിടെ അങ്ങനെ നിൽക്കാൻ ആളുണ്ടാവോ? സാക്ഷാൽ മൊഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു ഇറങ്ങി വന്നാലും ആൾ വരില്ല. കുത്തുബുൽ അഖ്താബ് ഇവിടെ ഇപ്പോൾ ദ്വാരക്കാൻ വരുവാന്ന് പറഞ്ഞാലും ഒരാൾ അവിടെ കിട്ടില്ല. മഹാനായ ഷെയ്ഖുന എംബാപ്പ ഉസ്താദിനെ കൊണ്ടുവന്ന, എംബാപ്പ തങ്ങളെ കൊണ്ടുവന്ന ഇവിടെ അല്ലാഹു അക്ബർ ആ ദുആയിൽ പങ്കെടുക്കാൻ എത്ര ആളുകളായിരിക്കും അല്ലേ? കൈ പിടിച്ചു മുത്താനും കാല് പിടിച്ചു മുത്താനും അവൻ്റെ ഷൂ നക്കിക്കൊണ്ട് വേണമെങ്കിൽ പോകാൻ. കഅബയിൽ പോയിട്ട് കഅബയുടെ ഖില്ല മുറിച്ചുകൊണ്ട് വരുന്ന പോലെ അവൻ്റെ അണ്ടർവെയറിൻ്റെ ഒക്കെ സൈഡൊക്കെ മുറിച്ച് കട്ട് ചെയ്ത് കൊണ്ടുപോകും, വീട്ടിൽ കൊണ്ട് തബറുക്കിന് വെച്ചേക്കും. അല്ലാഹ് ഇത് എംബാപ്പാൻ്റെ ബർക്കത്തായ അണ്ടർവെയറിൻ്റെ ഭാഗമാണെന്ന് പറയും, കൊണ്ടുവയ്ക്കും. അത് മനുഷ്യൻ അങ്ങനെയാണ് ആഗ്രഹം. മനുഷ്യന്റെ ആ ഇത് ഈ തബറുക്ക് എടുക്കുന്ന ഇങ്ങനെയാണ് സംഭവം. എല്ലാം ഇഞ്ചോട് ഇഞ്ച് ചാണോട് ചാൺ. എന്റെ ഉമ്മത്ത് ഇവരെ പിൻപറ്റാതെ ലോകം അസ്തമിക്കൂല. പാശ്ചാത്യ ലോകത്തെ പിൻപറ്റുന്ന നബി സല്ലല്ലാഹു, യൂറോപ്യൻകാരെ പിൻപറ്റുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ വീടുകളിൽ യൂറോപ്യൻ ക്ലോസറ്റ്. അതിന്റെ പേര് തന്നെ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്, എല്ലാവരുടെ അങ്ങനെ തന്നെയല്ലേ? ഉദാഹരണം അങ്ങനെ തന്നെയാണ്. എല്ലാ യൂറോപ്യക്കാരെ പിൻപറ്റും. അതുകൊണ്ട് അള്ളാഹുവിനെ പിടിച്ചോളി. ഈ ഖബറിനകത്തേക്ക് പോകേണ്ടവരാണ് മഹാന്മാരൊക്കെ. രക്ഷപ്പെട്ട് അവരൊക്കെ രക്ഷപ്പെട്ട് നമ്മളും കൂടെ രക്ഷപ്പെടണം. നമ്മൾ രക്ഷപ്പെടാനായി ഇതിൽ ഈ പാതിരാത്രി ഇവിടെ ഒരുമിച്ച് കൂടുന്നത് റജബിന്റെ മാസത്തിൽ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റആ ഹിലാല റജബിൻ യഖൂലു യദഉ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആവേശത്തോടെ കാത്തിരിക്കുന്ന റമളാൻ. ഇതുപോലെ ഒരു ഉത്സവം നമുക്ക് വേറെയുണ്ടോ? ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സഹോദരീ സഹോദരങ്ങളുടെ ഭവനങ്ങൾ അൽഹംദുലില്ലാഹ് രാത്രി വിളക്കണയുന്നേ ഇല്ല. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു രസമാ, എന്തോ ഒരു ഉത്സവമാ, എന്തോ ഒരു സന്തോഷമാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുടെ ഒരു നിരകള് തന്നെയാണ്. കൂട്ടുകുടുംബാദികൾ ഒരുമിച്ച് കൂടുകയാണ്. എല്ലാ കുടുംബക്കാരെ കാണാൻ കഴിയുന്നുണ്ട്. പുതുവസ്ത്രങ്ങളെ ധരിക്കുകയാണ്. ഖുർആൻ പാരായണം ഓതുകയാ. സലാത്തുകളും ദിക്റുകളും കൊണ്ട് വീടുകളും മസ്ജിദുകളും മുഖരിതമാവുകയാണ്. രാത്രിയും വൈകിട്ടൊക്കെ നോമ്പ് തുറപ്പിക്കാനും നോമ്പുകാർക്ക് സഹർ കൊടുക്കാനും എന്തോ ഒരു തിരക്കാണ്. ജനങ്ങൾ അതിനുവേണ്ടി കിടമത്സരം നടത്തുകയല്ലേ. സുബ്ഹാനല്ലാഹ്, അത് മഗ്ഫിറത്തിന്റെ മാസമാണ് റമളാൻ. മർഹമത്തിന്റെ മാസമാണ് റമളാൻ. സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന മാസമാണ് റമളാൻ. നരകത്തിന്റെ വാതിൽ കൊട്ടിയടയ്ക്കപ്പെടുന്ന മാസമാണ് റമളാൻ. പിശാചിക്കളെ ചങ്ങലക്കിടപ്പെടുന്ന മാസമാണ് റമളാൻ. അതുകൊണ്ടല്ലേ ആ പിശാചുക്കളെ ചങ്ങലക്കിടുന്നത് കൊണ്ടല്ലേ റമളാനിൽ നമ്മുടെ മസ്ജിദുകളിൽ ആളുകൾ കൂടുന്നത്. എന്തുകൊണ്ടാ പള്ളിയിൽ റമളാനിൽ ആൾ കൂടുന്നറിയോ? ഉസ്താദെ അറിയോ? എന്തെന്നറിയോ? മുഷ്ക് കാണിക്കുന്ന ശൈത്താനെ അള്ളാഹ് പിടിച്ചു കെട്ടും. 30 ദിവസത്തേക്ക് അവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ഇടും. 30 ദിവസത്തേക്ക് അവൻ അവിടെ കിടക്കുന്നത് കൊണ്ടാണ് ഈ ഉമ്മത്ത് പള്ളിയിൽ വരുന്നത്, പള്ളിക്ക് വരുന്നത്. റമളാൻ കഴിഞ്ഞോണ്ട് തുറന്നു വിടും. ഈ ഉമ്മത്തെല്ലാം തിരിച്ച് അവന്റെ പിന്നാലെ പോകും. ഇതിന് അള്ളാഹ് റമളാനി മാത്രം പടച്ചവൻ ഈ ശൈത്താനെ പിടിച്ച് അവിടെ ഇട്ടത് കൊണ്ട് നമുക്കൊക്കെ കൃത്യമായിട്ട് പള്ളിക്ക് വരാനും നിസ്കരിക്കാനും 2 കാരക്കയും സമൂസയും തിന്നാൻ പറ്റി. റമളാനിൽ അല്ലാത്ത ദിവസം ഈ 11-12 മാസം ഇവനെ പിടിച്ച് കെട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ പള്ളി ഇതൊന്നും പോരാ. പള്ളി ഇതൊന്നും പള്ളി പോരാ. ഈ ഉമ്മത്ത് മൊത്തം പള്ളിയിലായിരിക്കും. ഈ പിശാചല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? പള്ളിക്കലേക്ക് പോകുമ്പോ പോകരുതേ. പള്ളിയിലേക്ക് പോകുമ്പോ നീ പോകണ്ട. നോക്ക്, അവിടെ നല്ല ഫുട്ബോൾ അടിപൊളി കളിയാ. നീ ഒന്ന് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്ക്. സൂപ്പർ കളിയാണ്. സുബ്ഹാനല്ലാഹ്, പെട്ടെന്ന് പോകും. അപ്പൊ അവൻ നോക്കും, സുബ്ഹാനല്ലാഹ് സമയമുണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് പിന്നീട് പോയി നിസ്കരിക്കാം, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അവന്റെ മകന് പോയി. അവന്റെ മകരിവിന് കാര്യമായി, ഒരു പരിഹാരമായി. അല്ലെങ്കിൽ നല്ല ക്രിക്കറ്റ് കളി. പള്ളിക്ക് വരാൻ വേണ്ടി ജമാഅത്തിന് ബാങ്ക് വിളി കേട്ടപ്പോ ഓടി വന്നതാ. പെട്ടെന്ന് ബൈക്ക് എടുത്തിട്ട് അങ്ങോട്ട് പോകുമ്പോ കളി അതിന്റെ പിന്നാലെ പോയി. എല്ലാം തീർന്ന സംഭവം. നമ്മുടെ നിസ്കാരം കൊണ്ട് പോയി. പിന്നെ
പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളപ്പോഴാണ് പിന്നെ നിസ്കരിക്കാൻ വരുന്നത്. ഇഷ്ടമുള്ളപ്പോഴാണ് ഒരു ഹദീസ് ഒരായത്തൊന്ന് കേട്ടോ, ഒരു ചെറിയൊരു ആയത്ത് കേൾക്കുന്ന നല്ലതാ. ഈ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള സമയത്ത് നിസ്കരിക്കാൻ പള്ളിക്ക് വരൂലേ? ഇഷ്ടമുള്ളപ്പോ ഇതാ ഒന്ന് കേട്ടോ, കേൾക്കുന്ന നല്ലതാ. ഒരു ഹദീസും കൂടെ കേട്ടോ കൂട്ടത്തില്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സമിഅൻ നിദാ സുമ്മ ലം യുജിബ് ഫയുസല്ലി ഫലാ സ്വലാത ലഹു വഖദ് അസല്ലാഹു വറസൂലഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പരിശുദ്ധമായ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ അതിന്റെ കൃത്യസമയത്ത് അതിന് മറുപടി നൽകാതെ നിനക്കിഷ്ടമുള്ള സമയത്ത് വന്ന് നീ നമസ്കരിച്ചാൽ ഫഖദ് അസല്ലാഹു വറസൂലഹു, അല്ലാഹുവിനും റസൂലിനും നീ ധിക്കാരവും എതിരും പ്രവർത്തിച്ചവനായി കേട്ടോ. 10 മണിക്ക് രാവിലെ സ്കൂളിൽ ബെല്ലടിക്കുമ്പോ 11 മണിക്കല്ല സ്കൂളിൽ പോകേണ്ടത്. രാവിലെ 8 മണിക്ക് ഓഫീസിൽ പോയി പഞ്ച് ചെയ്യേണ്ടവൻ 10 മണിക്കല്ല പോയിട്ട് പഞ്ച് ചെയ്യേണ്ടത് കേട്ടോ. രാവിലെ 9 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ടവൻ 9 മണിയുടെ ട്രെയിനിന് പോകാൻ 9:10 പോയിട്ട് കാര്യമില്ല കേട്ടോ. അവിടെയെല്ലാം കൃത്യസമയം പാലിക്കുന്ന നിങ്ങൾക്ക് ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ, നമസ്കാരത്തിനൊരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ വന്ന് നമസ്കരിക്കണേ. അങ്ങനെ നമസ്കരിക്കാത്തവരെ കുറിച്ച് ഖുർആൻ എന്താണ് പറഞ്ഞതെന്ന് കേട്ടിട്ട് പോയിക്കോ. റമളാൻ നമ്മളെ സ്വീകരിക്കാൻ വരികയാ. ആ റമളാൻ നമ്മളെ സ്വീകരിക്കണമെങ്കിൽ ഈ നമസ്കാരത്തിൽ ഒരു കൃത്യനിഷ്ഠ കൂടെ നമുക്ക് വേണേ. ഒരു ചെറിയ സൂറത്ത്, നമ്മളൊക്കെ മഗ്‌രിബ് നിസ്കാരത്തിന് ഒന്ന് സൂറത്താ, ഒന്ന് കേട്ടോളി, നല്ലതാ. അറഅയ്തല്ലദീ യുകദ്ദിമു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. മഗ്‌രിബ് നമസ്കാരത്തിൽ ഓതുന്ന ഒരു ചെറിയ സൂറത്താ. എന്റെ പൊന്നു ജനങ്ങളെ, ഈ തടിച്ചുകൂടിയ നിങ്ങളോടും ഈ പ്രസംഗിക്കുന്ന എന്നോടും ഈ ആയത്തിന്റെ അർത്ഥം ഞാനൊന്ന് പറയട്ടെ. ഇത് ഞാനല്ല വ്യാഖ്യാനിച്ചത്, മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. പരിശുദ്ധമായ ഖുർആന്റെ ആയത്തിറങ്ങുകയാ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നരകമാണ് കേട്ടോ. നമസ്കാരക്കാർക്ക് നരകമാണ്, നമസ്കാരക്കാർക്ക് നരകമാണ്. പിന്നെന്തിനാണ് നമസ്കരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് വന്നിട്ട്, നബിയേ അഖ്ബിർനി അൻ ഹാദിഹിൽ ആയാ, നമസ്കാരക്കാർക്ക് നരകമെന്ന് പറഞ്ഞിട്ട് ആയത്ത് വന്നിരിക്കുകയാ. ഞങ്ങളിനി നമസ്കരിക്കുന്നത് എന്തിനാണ് നബിയേ? അതുകൊണ്ട് വല്ല ഗുണവുമുണ്ടോ? അതുകൊണ്ട് അതിനെ ഒന്ന് വിശദീകരിച്ചു തരണം ഹബീബേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഉമറേ, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്ന ആ വിഭാഗം ജനതയ്ക്കാണ്, ആ നമസ്കാരക്കാർക്കാണ് നരകമെന്നാണ് പറഞ്ഞത്. എന്ത് അശ്രദ്ധയാണ് നബിയെ? കൈകെട്ടി നിൽക്കുമ്പോ ഭൗതികമായ ചിന്തകളാണ് ഞങ്ങളുടെ മുന്നിലൂടെ തെളിഞ്ഞു വരുന്നത്. ഞങ്ങളുടെ നമസ്കാരം അതുകൊണ്ട് ശരിയാകുവോ? അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, അതല്ല ഉമറേ, ഐ അഖറുഹാ അൻ ഔഖാതിഹാ, നമസ്കാരത്തിനൊരു കൃത്യസമയം അല്ലാഹുവാണ് ഏർപ്പെടുത്തിയത്. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ,
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമസ്കാരത്തിനൊരു സമയം ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്തിന്റെ അവ്വൽ വഖത്തിൽ തന്നെ, അതിന്റെ പ്രാഥമിക സമയത്ത് തന്നെ, പ്രാരംഭ സമയത്ത് തന്നെ പോയി നമസ്കരിക്കണേ. അല്ലാതെ അഖറുഹാ അൻ ഔഖാതിഹാ, അതിന്റെ നമസ്കാരത്തിന്റെ സമയം പിന്തിച്ച് നമസ്കരിക്കുന്നവരെ കുറിച്ചാണ് വൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നരകമെന്ന് അല്ലാഹു പറഞ്ഞത് കേട്ടോ. ചില ആളുകൾ നമസ്കരിക്കും, സുബഹി നേരം വെളുത്തിട്ട് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ്. ചിലരുടെ ളുഹർ അസറിനോട് ചേർന്നിട്ടാ. അസറിന്റെ സമയത്ത് നമസ്കരിച്ച് ളുഹർ കഴിയുമ്പോ തന്നെ പള്ളിയിൽ നിന്ന് അസറിന്റെ ബാങ്ക് വിളി കേൾക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് നിസ്കരിച്ചിട്ട് പോകുന്നവരുണ്ടാകും. മഗ്രിബിന്റെ സമയത്ത്, ആ പ്രാരംഭ സമയത്ത് നമസ്കരിക്കാതെ ഇശായിനോട് അടുത്ത് ഓടി പള്ളിക്കലേക്ക് വന്നിട്ട് മഗ്രിബ് നമസ്കരിച്ചിട്ട് 5 മിനിറ്റ് ഇരിക്കുമ്പോ ഇശാഇന്റെ ബാങ്ക് വിളിക്കുകയാ. ഇങ്ങനെ 2 നമസ്കാരങ്ങൾ ചേർത്ത് ചേർത്ത് നമസ്കരിക്കുന്നവരുണ്ടല്ലോ, അവർക്കാണ് നരകം ഉമറേ, അവർക്കാണ് നരകം ഉമറേ. എന്റെ പൊന്നുപെങ്ങളെ, എന്റെ പ്രഭാഷണം കേൾക്കാൻ ഒരുപാട് സഹോദരിമാർ ഇവിടെ തടിച്ചു ഓടിയിട്ടുണ്ടാകാം. നമ്മുടെ വീടുകളിൽ അവർ നമസ്കരിക്കുമ്പോ, ആ വീടുകളിൽ നമസ്കരിക്കുന്ന സഹോദരിമാർ, നമുക്ക് പള്ളിയിൽ പോകേണ്ടതില്ലല്ലോ, നമുക്ക് ജുമായും ജമാഅത്തും ഇല്ലല്ലോ. അതുകൊണ്ട് ളുഹറിന് 12:30 ബാങ്ക് കൊടുക്കുമ്പോ നമുക്ക് ഭക്ഷണമൊക്കെ വെച്ചിട്ട് പാചകം ചെയ്ത് ആ ഭർത്താവിനെയും കുടുംബത്തെയും കഴിപ്പിച്ചിട്ട് കുറെ തുണികൾ അലക്കാനുണ്ട്, അതൊക്കെ അലക്കിയിട്ട് അസറിന് അടുത്ത സമയത്താകുമ്പോ സഹോദരിമാര് നമസ്കരിക്കാൻ വരും. അങ്ങനെ മുസല്ലയിലിരുന്ന് അസറും കൂടെ നമസ്കരിച്ചിട്ടാണ് വീണ്ടും അവര് വെളിയിലേക്ക് വരിക. പൊന്നുപെങ്ങളെ, ഈ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, ഈ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട. ഒരു ഹദീസ് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇന്നൽ അബ്ദൽ മുഅ്മിന സ്വല്ലാ ബിവഖത് ഫി അവ്വലി വഖതിഹി സഅദത് ബിഹാ ഇലസ്സമാ വതുഫ്തഹു ലഹാ അബ്വാബുസ് സമാ ഫതശ്ഫഉ ലിസാഹിബിഹാ ഫതസ്തഗ്ഫിറു ലഹു കമാ ഖാല റസൂലുള്ളാഹി. ഒരാളെ നമസ്കാരത്തിന്റെ പ്രാരംഭ സമയത്തിൽ നമസ്കരിച്ചാൽ, അതാണാകട്ടെ അത് പെണ്ണാകട്ടെ, ബാങ്ക് വിളിക്കുമ്പോ ഒരു 10-15 മിനിറ്റ് സമയത്തിനുള്ളിൽ അതിന്റെ അഫ്ളലായ ശ്രേഷ്ഠമായ പ്രാരംഭ സമയത്ത് അവൻ നമസ്കരിച്ചാൽ സഅദത് ബിഹാ ഇലസ്സമാ, ആ നമസ്കാരവുമായി മാലാഖമാർ ആകാശത്തേക്ക് ഉയരുകയാ. ആ നമസ്കാരം കാണുമ്പോ സ്വർഗത്തിന്റെ വാതിലുകൾ തനിയെ തുറക്കുകയാണ്. സ്വർഗത്തിന്റെ വാതില് നമസ്കാരമാണ്. അസ്സലാത്തു മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ വാതില്, സ്വർഗത്തിന്റെ താക്കോല് നമസ്കാരമാണെന്ന് പറയണമെങ്കിൽ അത് പ്രാരംഭ സമയത്ത് നമസ്കരിക്കുന്ന നമസ്കാരമാണ് കേട്ടോ. നമ്മൾ നമസ്കരിക്കുമ്പോ മാമിൻ മുസല്ലി യുസല്ലി ഇല്ലാ വൽ മലകു അൻ യമീനിഹി വൽ മലകു അൻ ശിമാലിഹി. നമ്മൾ പള്ളിയിൽ നമസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുമ്പോ വലതുഭാഗത്തൊരു മലക്ക് ഉണ്ടാകും, ഇടതുഭാഗത്തൊരു മലക്കുണ്ടാകും കേട്ടോ. അവന്റെ നമസ്കാരത്തിലെ റുകൂഉം സുജൂദും ഖിറാഅത്തും ഒക്കെ ശരിയായാൽ അവന്റെ നമസ്കാരത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നിട്ട് ആ നമസ്കാരം അല്ലാഹുവിനോട് പറയുകയാ, പടച്ചവനേ അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, ഈ നമസ്കാരക്കാരനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. വഇന്നൽ അബ്ദ ഇദാ സ്വല്ലാ ഫി ആഖിരിൽ വഖതി, ഇനി ഒരാള് നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞ് എപ്പോഴും അദ്ദേഹം നമസ്കരിക്കുന്നത് അവസാനത്തെ വഖത്തിലാ. ആ
ആദ്യത്തെ വഖത്തിലെ നിസ്കാരം നിസ്കരിച്ചിട്ട് ദിവസങ്ങളോളമായി ഏതെങ്കിലും വല്ല ലറൂറത്തിന്റെ സാഹചര്യത്തിലെ ഒഴികെ എല്ലാ ദിവസവും വീട്ടിലെ സഹോദരിമാരും നാട്ടിലെ സഹോദരങ്ങളും അവസാന സമയത്ത് അവർ നമസ്കരിച്ചാൽ ഈ മലക്കുകൾ ഉണ്ടല്ലോ സഅദതു ബിഹാ ഇലസ്സമാ ആകാശലോകത്തേക്ക് ആ നമസ്കാരവുമായി പറക്കുകയാണ് വലഹാ ളുൽമത്തുൻ വസൗദാ അത് ഭയങ്കരമായ കറുത്ത് ഇരുണ്ട അമാവാസി പോലെയായിരിക്കും സ്വർഗത്തിന്റെ വാതിൽക്കലെത്തുമ്പോ ആ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നില്ല കേട്ടോ ആ നമസ്കാരത്തിന് വേണ്ടി ഈ നമസ്കരിക്കുന്ന മുസല്ലിക്ക് വേണ്ടി ആ നമസ്കാരം ശഫാഅത്തും ചെയ്യുന്നില്ല കേട്ടോ ഉടനെ മലക്കുകൾ ആ നമസ്കാരവുമായി ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് സുമ്മ യുലഫു കമാ തുലഫു ثوبുൽ ഖലിഖു ഫയുദ്റബു അലാ വജ്ഹി സാഹിബിഹാ ഈ പ്രാരംഭ സമയത്ത് നമസ്കരിക്കാതെ എപ്പോഴെങ്കിലും നിന്റെ ഇഷ്ടത്തിന് നിസ്കരിക്കുന്ന നിസ്കാരം ഉണ്ടല്ലോ അവരുടെ നമസ്കാരത്തെ മലക്കുകൾ ഒരു പഴന്തുണി ചുരുട്ടുന്നത് പോലെ ചുരുട്ടിയിട്ട് ഫയുദ്റബു അലാ വജ്ഹി സാഹിബിഹാ ആ നമസ്കാരക്കാരന്റെ മുഖത്തേക്ക് എറിയപ്പെടുമെന്ന് കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതുകൊണ്ട് ഗുണവുമില്ല നിസ്കരിക്കുന്നുണ്ട് മാഫി ഫായിദ ഇവരാണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്നവർ എന്തിനാണ് നിസ്കരിക്കുന്നത് നിസ്കരിക്കുന്നെങ്കിൽ അതിന്റെ കൃത്യസമയത്ത് നിസ്കരിക്കില്ലെങ്കിൽ നിസ്കരിക്കണ്ട കാര്യമില്ല കാരണം നാളെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം വരുമ്പോ സുബ്ഹാനല്ലാഹ് സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ് നമ്മുടെ അടയാളം നമസ്കാരത്തിന്റെ തഴമ്പ് ആ നമസ്കാരത്തിന്റെ സുജൂദിന്റെ സ്ഥാനത്ത് സുബ്ഹാനല്ലാഹ് ഒരടയാളം ഉണ്ടാകും കേട്ടോ അങ്ങനെ തിരിച്ചറിയപ്പെടും നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി മസ്ജിദ് കരയും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഉപ്പ കരയും ഉമ്മ കരയും മക്കള് കരയും ഭാര്യ കരയും കുറച്ച് ദിവസത്തേക്ക് ഒരു 3 ദിവസം എവിടെ അതൊക്കെ പണ്ട് 3 ദിവസം ഒന്നുമില്ല ഒരു 3 മണിക്കൂറത്തേക്ക് ജസ്റ്റ് ആളുകളൊന്നും കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂറത്തേക്ക് ഒന്ന് കരയും പിന്നെ മയ്യത്തെടുക്കുന്ന സമയത്ത് ഒന്ന് കരയും ഇത്രയേ ഉള്ളൂ പിന്നെ കരയുന്നത് ആരാ ആര് കരയും യഥാർത്ഥ കരച്ചിൽ ആരാ കരയുന്നറിയോ ആര് കരയുന്നറിയോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നൽ അബ്ദ ഇദാ മാത ഒരു സാലിഹായ മനുഷ്യൻ മരിച്ചുപോയാൽ തബ്കി അലൈഹി മുസല്ലാഹു യബ്കി അലൈഹി മുസല്ലാഹു 40 സബാഹാ നീ നമസ്കരിക്കുന്ന നിന്റെ മുസല്ല ഉണ്ടല്ലോ ഈ പള്ളിയുടെ മുസല്ല നിനക്ക് വേണ്ടി 40 ദിവസം കരയുമെന്ന് നബിയുനാ ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി അല്ലാഹു അക്ബർ നമുക്ക് വേണ്ടി 40 ദിവസം കരയുന്നു നിസ്കാരമുള്ളവൻ രക്ഷപ്പെട്ടു നമസ്കാരമുള്ളവൻ രക്ഷപ്പെട്ടു നിസ്കാരമുള്ളവൻ രക്ഷപ്പെട്ടു പള്ളിക്ക് വന്ന് നിസ്കരിച്ചാൽ 40 ദിവസം നമുക്ക് വേണ്ടി കരയും മുസല്ല കരയും മുസല്ല കരയും മുസല്ല കരയും നിസ്കരിക്കുന്ന പള്ളി ആ പള്ളി ആ സ്ഥലം കരയും നിസ്കരിക്കാത്തവൻ ആര് കരയാൻ സഹോദരിമാരെ നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കുമ്പോ ആ വീട്ടിന്റെ മുസല്ല നിങ്ങൾക്ക് വേണ്ടി കരയും കേട്ടോ അപ്പൊ ഇത് പറയുമ്പോ നമ്മുടെ സഹോദരിമാർക്ക് ഒരു ആശങ്കയുണ്ട് എന്താണെന്നറിയട്ടെ സഹോദരിമാരുടെ ആശങ്ക നിങ്ങളൊക്കെ പള്ളിക്ക് പോയി നിസ്കരിക്കുന്നു നിങ്ങൾക്ക് ജമാഅത്ത് ഒക്കെ കിട്ടുന്നു നിങ്ങൾ പള്ളിക്ക് പോയി നോമ്പെടുക്കുന്നു പള്ളിയിൽ പോയി നോമ്പ് തുറക്കുന്നു സുബ്ഹാനല്ലാഹ് നിങ്ങൾക്കൊക്കെ എന്തെല്ലാം പുണ്യം കൂലിയുണ്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ പുരയ്ക്കുള്ളിൽ നിന്ന് നിസ്കരിച്ചാൽ നിങ്ങളുടെ ഇത്രയും കൂലി കിട്ടുമോ ഞങ്ങൾ പുരയിലിരിക്കുന്നു വീട്ടിൽ നിസ്കരിക്കുന്നു നിങ്ങൾക്ക് പള്ളിക്ക് പോയി നിസ്കരിക്കുന്നു ജുമാ ഉണ്ട് ജമാഅത്തുണ്ട് ഞങ്ങൾക്ക് ഇതൊന്നുമില്ല ഞങ്ങൾ ഈ പുരയിൽ നിസ്കരിച്ചാൽ ഞങ്ങൾക്ക് ഇതിന്റെ കൂലി കിട്ടുമോ ആശങ്ക പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും അല്ലേ ഉണ്ടാവും ഇല്ല പ്രസിഡന്റ് ഉണ്ട് ചേക്കറിയാം നല്ലപോലെ ചേക്കറിയാം അങ്ങനെ ഉണ്ടാവല്ലോ ആണുങ്ങൾ പള്ളിക്ക് പോകുന്നപ്പാ നിങ്ങളെല്ലാവരും പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു ഞങ്ങളിപ്പോ പള്ളിയിൽ ഒന്ന് കയറാൻ സമ്മതിക്കുന്നില്ല ഞങ്ങൾ നിസ്കരിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ പുരയ്ക്ക് നിസ്കരിച്ച് ഇത്ര കൂലി കിട്ടുമോ
കാസർഗോട്ടുകാരി പെണ്ണുങ്ങളെ, നിങ്ങളുടെ മാത്രം ആശങ്കയല്ല ഇത്, കേട്ടോ. ലോകത്തിന്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമയായ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് വന്നിട്ട് പറയുകയാണ്, നബിയേ, നിങ്ങൾ പുരുഷന്മാരാണ്, നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നവരാ, നിങ്ങൾക്ക് ജുമഅയുണ്ട്, ജമാഅത്തുണ്ട്, നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ സമരത്തിന് പോകുന്നവരാ, ഞങ്ങൾ വീട്ടിൽ ഒതുങ്ങി കഴിയുന്നവരാണ്, നിങ്ങളുടെ വസ്ത്രം അലക്കുന്നവരാ, നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുന്നവരാണ്, നിങ്ങൾക്ക് പാചകം ചെയ്തു തരുന്നവരാ. യാ റസൂലല്ലാഹ്, സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ കൂലി കിട്ടുമോ നബിയേ? ശരിയല്ലേ? വല്ലാത്തൊരു ചോദ്യമാണ്. പെണ്ണുങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണട്ടെ. സ്ത്രീകൾക്കെല്ലാം ഭയങ്കര ആശങ്കയാണ്. പെണ്ണുങ്ങൾ ഇങ്ങനെ, ഞങ്ങൾക്ക് പള്ളിക്ക് പോയി നിസ്കരിക്കാൻ പറ്റുന്നില്ല, നോമ്പെടുക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ നമുക്ക് അതിന്റെ കൂലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയണമല്ലോ. ഉമ്മു സലമ റളിയല്ലാഹു ചോദിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു തആല ചോദിച്ചു. അള്ളാന്റെ റസൂൽ മറുപടി പറയാൻ പറ്റൂല. കാരണം ഇത് അള്ളാന്റെ അടുത്ത് ഓർഡർ കിട്ടാതെ നബിക്ക് അങ്ങോട്ട് ഓഫർ കൊടുക്കാൻ പറ്റൂലല്ലോ. അള്ളാന്റെ ഓർഡർ കിട്ടണ്ടേ? അള്ളാന്റെ ഓർഡർ കിട്ടാതെ നബിക്ക് അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെ അള്ളാഹുവായിട്ട് മുനാജാത്ത്. നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഇതാ ഹബീബായ തങ്ങളുടെ മുന്നിൽ ഓതിക്കൊടുക്കുകയാണ്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. സമാധാനായി. അള്ളാഹു പ്രത്യേകിച്ച് ആണ് പെണ്ണ്, ആണ് പെണ്ണ്, ആണ് പെണ്ണ്, ആണ് പെണ്ണെന്ന് എടുത്തു പറഞ്ഞു. ഇതല്ലാതെ വേറെ ആയത്തിറക്കി. فمن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة فلنجزينهم أجرهم بأحسن ما كانوا يعملون. من عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. നബിയേ, ആരാകട്ടെ, ആണായാലും പെണ്ണായാലും ആരാണോ നന്മ ചെയ്യുന്നത് അവർ സത്യവിശ്വാസികളാണ്. അവരിൽ നിന്ന് അല്പം പോലും അള്ളാഹു നന്മ കുറയ്ക്കില്ല കേട്ടോ. ഒരാണ് 2 റക്അത്ത് വീട്ടിൽ പള്ളിയിൽ നമസ്കരിച്ചാൽ, ഒരു പെണ്ണ് 2 റക്അത്ത് വീട്ടിന്റെ ഉള്ളിൽ നമസ്കരിച്ചാൽ വലാ യുളമൂന നഖീറാ, ആ പള്ളിയിൽ വന്ന് നമസ്കരിച്ച ആണിന്റെ അതേ പ്രതിഫലം വീട്ടിൽ നമസ്കരിച്ച പെണ്ണിന് ഞാൻ കൊടുക്കും നബിയേ. പള്ളിക്കൽ വന്ന് നോമ്പെടുത്തിട്ട് തറാവീഹ് നമസ്കരിച്ച് അവിടെ നോമ്പ് തുറക്കുന്ന ഒരു പുരുഷനും വീട്ടിന്റെ ഉള്ളിൽ നോമ്പെടുത്തിട്ട് അള്ളാഹ്ക്ക് വേണ്ടി ഇഅ്തികാഫിരുന്ന് ഖുർആനോദി അവിടെ നമസ്കരിച്ച് നോമ്പ് തുറക്കുന്ന പെണ്ണിനും ഈ ആണിന് കൊടുക്കുന്ന അതേ പ്രതിഫലം ഞാൻ കൊടുക്കും നബിയേ. എത്ര ഓഫറാ പെണ്ണുങ്ങൾക്ക്?
നമുക്ക് സമയമാകുമ്പോൾ വണ്ടി എടുത്തിട്ട് ഓടി വരണം, പള്ളിക്ക് പോകണം, ജമാഅത്ത് നിസ്കരിക്കണം. ജമാഅത്ത് നിസ്കരിച്ച 27 ദർജ കൂലി, ജമാഅത്ത് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ 1 ദർജ കൂലി, 26 ഔട്ട്. ജമാഅത്ത് നിസ്കരിച്ച 27 കൂലി കിട്ടും. ജമാഅത്തില്ല ഒറ്റയ്ക്ക് നിസ്കരിച്ച 1 കിട്ടുള്ളൂ. 5 വഖത്തിൽ ഒരാൾ ജമാഅത്ത് അല്ലാതെ നിസ്കരിച്ച 5 പോയിന്റ് കിട്ടുള്ളൂ. 5 പോയിന്റ് കിട്ടുള്ളൂ. മറ്റേതാകുമ്പം 100ന് മുകളിൽ പോകും. എത്ര പോയിന്റ് വ്യത്യാസം വരുന്നു? എത്ര പോയിന്റ് വ്യത്യാസം വരിക? ആണിനും പെണ്ണിനും തുല്യ സ്ഥാനം എന്താ? ഇന്നിപ്പോ ജെൻഡറൽ ന്യൂട്രാലിറ്റിയുടെ കാലഘട്ടം അല്ലേ? ആണും പെണ്ണും ഇപ്പൊ ഒന്ന് മതി എന്നാ പറയാ. ആണിന്റെ പാവാട പെണ്ണിടുക, പെണ്ണിന്റെ പാവാട ആണിടുക. പെണ്ണുമ്പിള്ളയുടെ ഭാര്യയുടെ മാക്സി ഇട്ടിട്ട് വേണം നമ്മൾ ഇനി ഹുത്തുബ ഓതേണ്ടത്. ഇനി അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. ലോഹായിക്ക് പകരം ഓൾഡ് മാക്സി പർദ്ദ ഇട്ടിട്ട് ഒരു ദിവസം നമ്മൾ കയറേണ്ടി വരും പള്ളിക്ക്. നോക്കൂ, നിങ്ങൾ ചിരിക്കണ്ട. അങ്ങനത്തെ ഒരു സാഹചര്യം. കാരണം ഇപ്പൊ അതാണ് ഈ ജെൻഡറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന സംഭവം. ആണും പെണ്ണും ഒന്ന് തന്നെയാണ്. ആണിന് ഒരു ബാത്റൂം, പെണ്ണിന് ഒരു ബാത്റൂം, ഒരുമിച്ച് തന്നെ കയറാം, ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് അല്ലേ? പുതിയ സിസ്റ്റം അങ്ങനെ. സ്കൂളിലൊക്കെ ഇപ്പൊ അങ്ങനെ വേണമെന്നാണ്. ആണും പെണ്ണും ഒരുമിച്ചിരിക്കണം, ഒരുമിച്ചിരിക്കുക, ഒരു വസ്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ ഇനി അങ്ങോട്ടേക്കൊന്നും കിടക്കത്തില്ല. ഇപ്പൊ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കാലം, ആണിനെ കല്യാണം കഴിക്കുന്ന കാലം. ഇത് എവിടെ പോയി തീരും, എങ്ങനെ പ്രസവിക്കുമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ബൈനാക്കുലർ വെച്ച് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഇത് എന്താ സംഭവം എന്നുള്ളത്. പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കാലം, ആണിനെ കല്യാണം കഴിക്കുന്ന കാലം. എവിടെ ചെന്ന് തീരും എന്നുള്ളതാ സംഭവം. എന്തായിരിക്കും, ഏത് കാലത്ത് കിട്ടും? എന്നിട്ട് അവർ ഭയങ്കര സന്തോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ വർരിജാലു ബിർരിജാൽ വക്തഫർ റിജാലു ബിർരിജാൽ വന്നിസാഉ ബിന്നിസാ ഫബശ്ശിറുഹും ബിരീഹിൻ ഹംറാ فيخسف بعضهم ببعض ذلك بما عصوا وكانوا يعتدون كما قال رسول الله صلى الله عليه وسلم. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു കാലം വരും സഹാബത്തേ, ആണിനെ കല്യാണം കഴിക്കുന്ന കാലമായിരിക്കും അത് കേട്ടോ. പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കാലമായിരിക്കും അത് കേട്ടോ. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ കാലാവസ്ഥ വ്യതിയാസികളും ലോകത്ത് നിന്ന് വിട പറയുന്ന കാലമായിരിക്കും അത് കേട്ടോ. അന്നാരാ? അഹങ്കാരികളും തമ്മാടികളും ആയിരിക്കും അന്നത്തെ കാലം. എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണോ എന്ന് തോന്നുന്നു, അറിയാൻ പറ്റില്ല. പറഞ്ഞ വാക്കാത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ മഴയ്ക്ക് സീസൺ ഉണ്ടോ? ഇന്നലൊക്കെ ഞാൻ പ്രസംഗിക്കാൻ പോയത് മഴ. ഇപ്പോഴൊക്കെ എന്ത് മഴ? ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ ആയിഷ മാ മിൻ ഇംറാത്തിൻ തഹബിലു മിൻ സൗജിഹാ ഹീന തഹബിലു ഇല്ലാ വലഹാ മിസ്ലു അജ്രി സായിമി ബിന്നഹാർ വഅജ്രിൽ ഖായിമി ബില്ലൈൽ വൽ ഗാസി ഫീ സബീലില്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആയിഷേ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിൽ നിന്ന് ഗർഭം ധരിച്ചാൽ, കണ്ടോ ഇവിടെ സ്പെഷ്യലായിട്ട് നബി തങ്ങൾ പറഞ്ഞ വാക്ക എന്താ? തഹ്ബിലു മിൻ സൗജിഹാ, തന്റെ ഭർത്താവിൽ നിന്ന് ഗർഭം ധരിച്ചാൽ. അപ്പൊ ഭർത്താവ് അല്ലാത്തവരെയും കൊണ്ട് ഗർഭം നടക്കും, പക്ഷെ കൂലി കിട്ടൂല. അതാ പറഞ്ഞാണ് എന്റെ ആശയം. ഹീന തഹ്ബിലു, അവൾ ഗർഭം ധരിച്ച സമയം മുതൽ ഇല്ലാ വലഹാ, അവൾക്ക് അല്ലാഹു നൽകുന്ന കൂലി എന്തെന്നറിയോ? അജ്റു സായിമി ബിന്നഹാർ, ഗർഭിണിയായി പോസിറ്റീവായ സമയം മുതൽ അവൾ പ്രസവിക്കുന്ന സമയം വരെ പകൽ സമയത്ത് നോമ്പെടുത്തതിന്റെ പ്രതിഫലം അല്ലാഹു അവൾക്ക് നൽകും. ആയിഷ, 9.5 മാസം പകല് നോമ്പെടുത്തതിന്റെ കൂലി. 30 ദിവസത്തെ നോമ്പെടുക്കാൻ പെടുന്ന പാട് വല്ലാത്ത പണിയല്ലേ ഇത്. 9.5 മാസം. ഇത് അള്ളാന്റെ പ്രത്യേക ഓഫറാണ്. അത് നീ നിസ്കരിച്ചാൽ നിനക്ക് തരുന്ന. കാരണം തഹ്ബിലു, നീ ഗർഭം ചുമക്കുന്നതിന്റെ പേരിലാണ്. അതൊരു ത്യാഗമാണ്. അതുകൊണ്ടാണ് ഉമ്മാടെ സ്പെഷ്യൽ. ഉമ്മാക്ക് അള്ളാഹു കൊടുത്ത ശ്രേഷ്ഠത എന്താ? അള്ളാഹുവിനെയും ഉമ്മായും ഉപ്പയും കൂടെ ചേർത്ത് പറഞ്ഞ കൂട്ടത്തില് ഉമ്മയ്ക്കാണ് ഹൈലൈറ്റ് ചെയ്ത് അള്ളാഹു തആല പറഞ്ഞത്. വവസൈനൽ ഇൻസാൻ ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ
മാതാപിതാക്കളോടുള്ള നന്മയെക്കുറിച്ച് ഖുർആൻ പറയുമ്പോ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ആ ഉമ്മ നിന്നെ ഗർഭം ചുമന്നില്ലേ, ഉമ്മ നിന്നെ നൊന്ത് പ്രസവിച്ചില്ലേ, ഉമ്മ നിനക്ക് മുലയൂട്ടിയില്ലേ, അതുകൊണ്ട് ഉമ്മ ഉപ്പയോട് നീ ആദരവുള്ളവനായിരിക്കണേ. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ഉമ്മയുടെ മഹത്വത്തെ കുറിച്ചാണ്, പെണ്ണിന്റെ മഹത്വത്തെ കുറിച്ചാണ് പറഞ്ഞത്, ഉപ്പാന്റെ മഹത്വം അല്ല അവിടെ പറഞ്ഞത്. നബി തങ്ങൾ പോലും പറഞ്ഞത് ഇൽസിം റിജ്ലൈഹാ ഫസമ്മൽ ജന്ന, ഉമ്മാന്റെ കാല് മുറുകെ പിടിച്ചോ, സ്വർഗം നിനക്ക് അവിടെയുണ്ട് കേട്ടോ. കോടതി വളപ്പിൽ പോയി മകളുടെ കാല് ഉമ്മ പിടിക്കേണ്ട ഗതികേട് കൊച്ചു കേരളം കണ്ടതല്ലേ. കാമുകന്റെ പിന്നാലെ ഒളിച്ചോടിപ്പോകാൻ കോടതിയിൽ നിന്ന് അനുവാദം ലഭിച്ചപ്പോ തന്റെ ഉമ്മ പോയി മകളുടെ കാല് പിടിക്കുകയാണ്. മോളെ, നിന്നെ ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച് പാല് തന്ന് പാലൂട്ടി വളർത്തിയ ഉമ്മയാ, ഈ ഉമ്മയെ ഇട്ടിട്ട് പോകല്ലേ എന്ന് ആ മകളുടെ കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും ഉമ്മാന്റെ മുഖത്തേക്ക് കാലെടുത്തെറിഞ്ഞിട്ട് ആ കാമുകന്റെ പിന്നാലെ പോയ വൃത്തികെട്ട പെൺമക്കളെ ഗുണം പിടിക്കില്ല നീ കേട്ടോ. ആ ഉമ്മാന്റെ ശാപം ദുനിയാവിലും ആഖിറത്തിലും നിന്റെ പിന്നാലെ ഉണ്ടായിരിക്കും കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? മോളെ, മോനെ, നിന്റെ ഉമ്മാന്റെ കാല് പോയി നീ മുറുകെ പിടിക്കണേ. ഫസമ്മൽ ജന്ന, അവിടെയാണ് സ്വർഗം കേട്ടോ. അല്ലാഹു പറഞ്ഞ വാക്ക ഉമ്മാന്റെ കാല്, ഉപ്പാന്റെ കാലെന്നല്ല. അമ്മക്കൊന്നുമില്ലപ്പാ. പിന്നെ ഏതോ മുഹദ്ദിസീങ്ങൾ പറഞ്ഞില്ല ഇതിന്റെ കൂട്ടത്തിൽ ഉപ്പായും കൂടെ ചേർത്ത് നമ്മൾ പറയാം, അല്ലെങ്കിൽ നമ്മൾ സമരം ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മളെയും കൂടെ ജസ്റ്റ് ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചില മുഹദ്ദിസീങ്ങൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഉപ്പായും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്, അവരും ഉണ്ട് കൂട്ടത്തിൽ ഉണ്ട് എന്നർത്ഥം. എന്നാലും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് മൊത്തം ഉമ്മക്കാണ് അവിടെ സ്ഥാനം കൂടുതൽ കൊടുത്തത്. അപ്പൊ ഉമ്മ എന്താ ഉമ്മയുടെ ഉത്തരവാദിത്വം? 3 ഉത്തരവാദിത്വം. 1 ഗർഭം ചുമക്കുക, ഗർഭം ചുമക്കുക. ഇത് ഇച്ചായ കൊണ്ടെടുക്കാൻ പറ്റുമോ? പറ്റൂല. ഇച്ചായ കൊണ്ടെടുക്കാൻ പറ്റുമോ? പറ്റൂല. ഗർഭം ചുമക്കുകയാണ്. 9 മാസം 9.5 മാസം പോസിറ്റീവായ സമയം മുതൽ പ്രസവിക്കുന്നവരെ പകലിൽ നോമ്പെടുത്ത കൂലി. സുബ്ഹാനല്ലാഹ്, പകലിൽ നോമ്പെടുത്ത കൂലി. 10 പ്രസവിച്ച ഉമ്മമാർക്ക് എന്തായിരിക്കും? 10 പ്രസവിച്ച ഉമ്മമാർ. ഇന്നലെ ഞാൻ പോയ സ്ഥലത്ത് ഒരു ഉസ്താദിന് 15 മക്കളുണ്ട്. വേറൊരു ഉമ്മാക്ക് 20. ഇപ്പോൾ അടുത്തിരുന്നൊരു ഉസ്താദ് പറഞ്ഞു എൻ്റെ ഉമ്മാക്ക് 20 മക്കളുണ്ട്. സുബ്ഹാനല്ലാഹ്. അന്നത്തെ ഒക്കെ കാലത്തുള്ള ഒറിജിനൽ എഞ്ചിനായിരുന്നു, അതല്ല. ഇപ്പൊ അതെല്ലാം പോയി. ഇസുസുവിന്റെ ഇസുസു അതൊക്കെ പോയി, ഇപ്പൊ ഇല്ല. ഇപ്പൊ V2 അവർ 2, 2 നമ്മൾ 2 നമുക്ക് 2, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഔട്ട് ഓഫ് കവറേജ് ഏരിയ. ഇപ്പൊ അതിനെ സമ്മതിക്കുകയില്ല നമ്മുടെ പെണ്ണുങ്ങൾ. അത് മൊത്തം ഇല്ല, കീറലും കൂടെ ആയപ്പോൾ അതും ഇല്ലാതായി. മറ്റേ മൊത്തം പ്രസവം. നബിതങ്ങൾ പറഞ്ഞു തനാക്കഹു തവാലദു തകാസുർ, നമ്മൾ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം. പ്രസവിക്കുക കൂടുതൽ. ഫൈന്നി ഉബാഹി ബിക്കുമുൽ യൗമ ഇന്നി ഉബാഹി ബിക്കുമുൽ ഉമമ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എനിക്ക് നിങ്ങളെ കണ്ടിട്ട് എനിക്ക് സന്തോഷിക്കണം. അതുകൊണ്ട് നല്ല അങ്ങോട്ട് പ്രൊഡക്റ്റ് നടക്കട്ടെ, ഇതൊക്കെയാണ് അങ്ങോട്ട് റിലീസ് നടക്കട്ടെ എന്നാ പറഞ്ഞതെന്ന്. പക്ഷെ ഇന്നത് സമ്മതിക്കുന്നില്ല പെണ്ണുങ്ങന്മാർ. എന്താ ചെയ്യാന്നറിയില്ല. സൗന്ദര്യം പോകും പോലും. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ സൗന്ദര്യം എത്ര ദിവസം വരെ ഇരിക്കും? ഇതെല്ലാം ഇങ്ങനെ തന്നെയല്ലേ. എല്ലാം എന്താ ഇപ്പം എല്ലാം ഒരു ടിഷ്യൂ പേപ്പർ പോലെ തന്നെ ഉള്ളു. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അല്ലാഹു തആല നമ്മുടെ സഹോദരിമാർക്കൊക്കെ നല്ല ആഫിയത്ത്, ആരോഗ്യം കൊടുക്കട്ടെ, നല്ല പ്രസവിക്കാനുള്ള തൗഫീഖും കൊടുക്കട്ടെ. കുറെ മക്കൾ ഉണ്ടാവട്ടെ. അപ്പൊ ദുആരക്കും അൽഹംദുലില്ലാഹ്. കൂടിയിരുന്ന് 10 പേരുന്ന് 10 ഹത്തം തീർക്കൂലേ മയ്യത്തിന്റെ മുന്നിൽ ഇരുന്ന്? റാഹത്തല്ല. എത്ര പേര് ഓതുണ്ടാവും? ഇന്നിപ്പോ മക്കളുണ്ടായിട്ട് എന്ത് പുണ്യം? ആരുമില്ല നമുക്ക് കൊണ്ട് ദുആ ചെയ്യാനോ ഖിദ്മത്ത് ചെയ്യാനോ ആരുമില്ല. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ തന്നെയാണ്. ആരുമില്ല. ഉപ്പയും ഉമ്മയും മാത്രം വീട്ടിന്റെ ഉള്ളില്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇവൾക്ക് പകൽ മുഴുവൻ നോമ്പെടുത്ത കൂലി. രാത്രി നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് ആയിഷ. രാത്രി നിന്ന് നിസ്കരിച്ചതിന്റെ കൂലി. സുബ്ഹാനല്ലാഹ്. പടച്ചവൻ രാത്രി ഇശ പോലും നിന്ന് നിസ്കരിക്കൂല ഓള്. ഗർഭിണിയായ പിന്നെ കസേര എടുത്തിട്ട് നിസ്കരിക്കാം. എനിക്ക് തോന്നുന്നു ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകദേശം ഒരു 2000 മുതൽ 2000 1990 മുതൽ കസേരയിലായി എല്ലാവരും. നമുക്ക് തരുന്ന പകുതി കൂലി കസേരയ്ക്കും പകുതി നമുക്കും ആയിരിക്കും. ഇപ്പൊ കൂടുതൽ എല്ലാവരും നിസ്കാരം കസേരയിൽ തന്നെയല്ലേ കൂടുതലും ആളുകൾ. ഇപ്പൊ സഹോദരിമാർ ഗർഭിണിയായ കസേരയിൽ തന്നെയായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നിന്ന് നമസ്കരിച്ചതിന്റെ കൂലി അവർക്ക് അല്ലാഹു കൊടുക്കും.
വൽ ഗാസി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമരം ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു അവളുടെ മേൽ രേഖപ്പെടുത്തപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ ഈ 3 കൂലി കിട്ടി. പകലിൽ നോമ്പെടുക്കുക, രാത്രി നിസ്കരിക്കുക, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമരം ചെയ്തതിന്റെ കൂലി. തീർന്നില്ല. പ്രസവ വേദന എടുത്ത് ഒരു പെണ്ണ് കഷ്ടപ്പെടുമ്പോ ബികുല്ലി തൽഖത്തിൻ, ഓരോ പ്രസവ വേദനയ്ക്കും ആയിഷ അറേബ്യൻ നാട്ടിൽ വില കൂടിയ അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലമാണ്. ഒരടിമയെ മോചിപ്പിച്ച എത്ര കൂലിയാ? പാവങ്ങളെല്ലാം പൊറുക്കപ്പെടും. അങ്ങനെ പ്രസവിക്കുന്ന സമയത്ത് ഈ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വെപ്രാളവും വേദന ഉണ്ടല്ലോ, ആ സമയത്ത് എത്ര പ്രാവശ്യം ആ മിനിറ്റ് അല്ല നോക്കിയിട്ട്, ആ സമയം നോക്കിയിട്ട് അതിനനുസരിച്ച് അല്ലാഹു തആല അറേബ്യൻ നാട്ടിൽ വില കൂടിയ അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം. തീർന്നില്ല. പിന്നെ പാല് കൊടുക്കണം, 2 വർഷം മുല കൊടുക്കണം. വബികുല്ലി ഓരോ തുള്ളി മുലപ്പാലിനും ബഹുമാനമുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഓരോ തുള്ളി മുലപ്പാലിനും അല്ലാഹു അവൾക്ക് രേഖപ്പെടുത്തുന്നത് ഇത്ഖു റഖബാ, ഇത്ഖു റഖബാ, സാധാരണ അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലമാണെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ? ഇപ്പൊ ഗർഭിണിയായ കൂലി, പ്രസവിച്ച കൂലി, പാല് കൊടുത്ത കൂലി. നമുക്ക് വല്ലതും കിട്ടുമോ? ഒരു മിൽമ കവർ പാലിന്റെ പൈസ പോലും നമുക്ക് കിട്ടില്ല. അല്ലാഹു തആല നമുക്ക് കൊടുത്ത പ്രതിഫലം കുറഞ്ഞ കാര്യമാണോ? ചെറിയ കാര്യം. തീർന്നില്ല. അവളുടെ പാല് കൂടി നിർത്തിയാൽ ആകാശലോകത്ത് നിന്നൊരു വിളിയാളം ഉണ്ടാവുകയാ. قد كفيت أيتها المرأة قد كفيت واستعني في العمل فيما بقي أيتها المرأة പെണ്ണേ قد كفيت العمل فيما مضى, കഴിഞ്ഞ നിന്റെ അമലുകളെല്ലാം നീ നിർത്തിക്കോ, പൂർത്തിയാക്കിക്കോ. واستعني في العمل فيما بقي, ഇനി ഭാവി ജീവിതത്തിന് വേണ്ടി നന്മകൾ ചെയ്യണേ. കഴിഞ്ഞ കാലത്തെ മുഴുവൻ പാപങ്ങളും അല്ലാഹു നിനക്ക് മാപ്പ് ചെയ്ത് തന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു പെണ്ണ് ഗർഭിണിയായി നൊന്ത് പ്രസവിച്ച് പാല് കൊടുത്ത് ആ മുലപ്പാല് കുടിച്ച് തീർന്നു 30 മാസം കഴിയുമ്പോൾ അല്ലാഹു തആല ഇവളെ നോക്കിട്ട് പറയാണ്, നിന്റെ പാവം എല്ലാം അല്ലാഹു പുറത്തിരിക്കുന്നു. ഒരു ഹജ്ജ് ചെയ്തതിന്റെ പ്രതീതിയാണ്. ഒരു ഹജ്ജ് ചെയ്താൽ അവന്റെ പാവം മുഴുവനും പൊറുക്കപ്പെടും, ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ. അതുകൊണ്ടല്ലേ ഈ പ്രസവിച്ച പെണ്ണുങ്ങളെയൊക്കെ കാണാൻ നല്ല രസമല്ലേ? പാലൊക്കെ കുടിച്ച് എല്ലാം കൊല്ലം കഴിഞ്ഞ് നല്ല ചുമന്നിരിക്കും. എന്താണ്? എല്ലാ തെറ്റുകളും പാപങ്ങളും ഒക്കെ പോയി മുഖം പ്രകാശമായി. ബാക്കിയുള്ള അമൽ നീ ചെയ്തു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. എത്ര വലിയ ഭാഗ്യം! ന്യൂട്രൽ, ജനറാലിറ്റി ന്യൂട്രൽ. ഈ ആണുങ്ങളുടെ ഈ 3 കാര്യം ആണുങ്ങളെ കൊണ്ട് പറ്റുമോ? നമ്മളെ കൊണ്ട് 2 പേരും ഒരു ഡീലിംഗ്, ഒരു ഭാര്യയും ഭർത്താവും. ഈ വർഷിച്ച ഞാൻ പ്രസവിക്കാം, അടുത്ത വർഷം നിങ്ങൾ പ്രസവിക്കണം. നടക്കുവോ? ജെൻഡർ ന്യൂട്രാലിറ്റി നടക്കുവച്ചാ നമ്മളെ കൊണ്ട് പ്രസവിക്കാനും പറ്റില്ല, ഗർഭിണിയാകാനും പറ്റില്ല. ഗ്യാസ് കയറുമ്പോ തന്നെ നമ്മുടെ അവസ്ഥ എന്താ? റാത്തി പോകും. നമ്മൾ ഗ്യാസ് തീരാൻ വേണ്ടി റാത്തി പോകും. ഗ്യാസ് കയറിയുള്ള അവസ്ഥ എന്താ അവസ്ഥ? പിന്നെ അങ്ങനെ വയറ് വീർത്ത നമ്മളെ കൊണ്ട്. അപ്പൊ ഈ പെണ്ണുങ്ങന്മാർ എന്ത് ത്യാഗം സഹിക്കണം? ഇതുമായിട്ട് ഇങ്ങനെ പോകണോ, ഹോസ്പിറ്റലിൽ പോകണോ, ഇങ്ങനെ ഇരിക്കണം. സുബ്ഹാനല്ലാഹ്. ഒരു സെക്കൻഡ് ഗിയർ ഇട്ട് വണ്ടി ഓടിച്ചു പോകാൻ പോലും പറ്റൂല. ഫസ്റ്റ് ഗിയറിൽ തന്നെ പതുക്കെ പോണം. ഹമ്പ് ചാടാൻ പറ്റുമോ? രാത്രി ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റൂല. ഈ ത്യാഗത്തിന്റെ പേരിൽ അല്ലാഹു കൊടുക്കുന്ന ഓഫറാണ് അവൾക്കത്. ഇത് ആണുങ്ങളെ കൊണ്ട് പറ്റൂല. പിന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ, ഇത് കൊണ്ടാക്കിക്കൊണ്ട് വരുന്നതിന്റെ പറയണം, നീ ഈ വർഷം പ്രസവീര്, അടുത്ത വർഷം നമുക്ക് നോക്കാന്ന് പറയണം. ഓൻ്റെ പറയണം, നീ ഇന്ന് പ്രസവിക്കും, വർഷം ഏലക്കട കൊണ്ടിട്ട് പ്രസവിക്കാൻ അതിന് സാധനം വേണ്ട, പ്രസവിക്കാനുള്ള സാധനം. ഇപ്പൊ സംഭവം എല്ലാം എന്തെന്നറിയോ? ആണിന്റെ സാധനം എടുത്ത് പെണ്ണിന് വയ്ക്കുന്നു, പെണ്ണിന്റെ സാധനം എടുത്ത് ആണിന് വയ്ക്കുന്നു. ഇപ്പൊ പുതിയ സിസ്റ്റം. ഓപ്പറേഷൻ ചെയ്യാം. ബാംഗ്ലൂർ ലക്ഷക്കണക്കിന് രൂപ ഓപ്പറേഷൻ ചെയ്തു. ഏതോ ഒരു പാവപ്പെട്ട പെണ്ണ് ഓപ്പറേഷൻ ചെയ്ത് 3 ഓപ്പറേഷൻ പറയണം ഓൺലൈനിലൂടെ, ഒന്ന് പ്രാർത്ഥിക്കണേ, എനിക്ക് മൂത്രം പോകുന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന്. ആരേലും പറഞ്ഞോ ഇത് കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ? അല്ലാഹ് ഓരോരുത്തർക്കും അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. ഫിത്രത്ത് അല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹ.
ലാ തബ്ദീല ലിഖൽഖില്ലാ. അല്ലാഹ് ഓരോരുത്തർക്കും വെച്ചിട്ടുണ്ട്, അത് നമ്മളെടുത്ത് കളയാൻ പോകണ്ട. അങ്ങനെ പോയാൽ അവർ കടന്ന് ദുഃഖിക്കേണ്ടി വരും. ആണ് ഒരിക്കലും പെണ്ണാവൂല, പെണ്ണൊരിക്കലും ആണാവൂല. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖ الذكر والأنثى. അള്ളാഹ് ഇവിടെ പറഞ്ഞത് എന്താ? രാത്രിയാണ് സത്യം, പകലാണ് സത്യം, ആണാണ് സത്യം, പെണ്ണാണ് സത്യം. ആണും പെണ്ണും സമമാണെങ്കിൽ അള്ളാഹു മൊത്തത്തിൽ പറഞ്ഞാ പോരെ. ആണിനെ തന്നെ സത്യം, പെണ്ണിനെ തന്നെ സത്യം. അപ്പൊ പിന്നെ അങ്ങനെ ആണും പെണ്ണും ഒന്നാവുക? ഒരിക്കലാവില്ലല്ലോ. قل هل يستوي الذين يعلمون والذين لا يعلمون قل هل يستوي الأعمى والبصير أم هل تستوي الظلمات والنور ولا الظل ولا الحرور قل هل يستوي الخبيث والطيب. പരിശുദ്ധമായ ഖുർആനിന്റെ പല ഭാഗങ്ങൾ അല്ലാഹു പറയുന്നു അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ? ജീവനുള്ളതും നിർജീവ വസ്തുവും സമമാകുമോ? രാത്രിയും പകലും സമമാകുമോ? ഉപ്പുള്ള വെള്ളവും ഉപ്പില്ലാത്ത വെള്ളവും സമമാകുമോ? നല്ലതും ചീത്തയും സമമാകുമോ? ലാ യസ്തഊൻ, സമമാവുകയില്ല. അതുകൊണ്ട് പെണ്ണ് പെണ്ണ് തന്നെ, ആണാണ് തന്നെ. അവർക്ക് ഓരോരുത്തർക്ക് ഓരോ പദവി കൊടുത്തിട്ടുണ്ട്. ആ പദവി അനുസരിച്ച് നിങ്ങൾ വീട്ടിൽ സ്കരിച്ചാൽ മതി, നിങ്ങൾക്ക് അതിന്റെ കൂലി അള്ളാഹ് അവിടെ തരും. പോരെ, പിന്നെ എന്തിന് ത്യാഗം സഹിക്കുന്നത്? പകൽ സമയത്തൊക്കെ നിങ്ങൾ ഇറങ്ങി വന്നിട്ട് പട്ടി കടിക്കാൻ പോകണം, പിന്നെ ആശുപത്രി കൊണ്ടുപോകണം, പിന്നെ പൊക്കളിന് ചുറ്റും 12 ഇഞ്ചക്ഷൻ എടുക്കണം, ഇതിനൊക്കെ പോകണം. പുറകെ സ്കെച്ചോളി പ്രായത്തല്ലേ, നിങ്ങൾക്ക് അതിനുള്ള കൂലി കിട്ടൂലേ? അതല്ലേ ഏറ്റവും വലിയ കൂലി. ഖുർആൻ ഇറങ്ങിയില്ലേ അതേ ആയത്ത്. ആണും പെണ്ണെന്ന് പറഞ്ഞ് പ്രത്യേകം അല്ലാഹ് ഇറക്കി തന്നു. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത്. അനുസരണയുള്ള ആണ്, അനുസരണയുള്ള പെണ്ണ്. വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യസന്ധതയുള്ള ആണ്, സത്യസന്ധതയുള്ള പെണ്ണ്. വൽ ഖാശിഈന വൽ ഖാശിആത്ത്, ഭയപ്പെടുന്ന പെണ്ണ്, ഭയപ്പെടുന്ന ആണ്. വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, സദഖ ചെയ്യുന്ന ആണ്, സദഖ ചെയ്യുന്ന പെണ്ണ്. വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പെടുക്കുന്ന ആണ്, നോമ്പെടുക്കുന്ന പെണ്ണ്. വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്ന ആണ്, ഗുഹ്യഭാഗത്തെ സൂക്ഷിക്കുന്ന പെണ്ണ്. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, ധാരാളമായി അല്ലാഹ്ക്ക് ദിക്ർ ചൊല്ലുന്ന ആണ്, ദിക്ർ ചൊല്ലുന്ന പെണ്ണേ. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അളീമാ, അല്ലാഹു അല്പം പോലും നിങ്ങൾക്ക് കുറയ്ക്കില്ല കേട്ടോ. അല്ലാഹു ആണുങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ പ്രതിഫലവും പാപമോചനവും അല്ലാഹു നിങ്ങൾക്കും നൽകും കേട്ടോ. അതുകൊണ്ട് ഉമ്മു സലമ എല്ലാ സ്ത്രീകളോടും പോയി പറയണേ, ആണുങ്ങൾ പള്ളിയിൽ പോകുന്നത് കൊണ്ട്, നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ അവർക്ക് ഖിദ്മത്ത് എടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അമലുകൾ കുറയുമെന്ന് ആശങ്ക വേണ്ട. എല്ലാം അല്ലാഹു ഒരുപോലെ നൽകി അവരെ സന്തോഷിപ്പിക്കും. ഉമ്മു സലമ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. സഹാബത്ത് പോയി, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് സന്തോഷമായി, നമ്മുടെ സഹോദരിമാർക്ക് സന്തോഷമായി. അതുകൊണ്ട് ആണുങ്ങൾ പള്ളിയിൽ പോകുന്ന ഇബാദത്ത് ചെയ്യുന്നതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു വിഷമവും ഇല്ല. അവർക്കും അതേപോലെ കിട്ടും. ഖുർആൻ കൊണ്ടുള്ള നസ്സാണ്, തെളിവാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. കൃത്യസമയത്ത് നിസ്കരിക്കി, നീ പറഞ്ഞനുസരിച്ച് കൃത്യസമയത്ത് നിസ്കരിക്കി. നമ്മൾ നാളെ മരിച്ചു പോകേണ്ടവരാണ്. മരിച്ചു പോകുമ്പോൾ ഖബറിനകത്ത് നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൂറത്തും കൂടെ പറഞ്ഞു തന്നിട്ട് ഞാൻ നിർത്താം. ഒരു സൂറത്തൂടെ പറഞ്ഞുതരാം. ഇവിടം വരെ വന്നിട്ട് പോയവരാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്തായാലും നാളെ മരിച്ചു പോകും. മരണപ്പെട്ടു പോകുമ്പോൾ ഖബറിനകത്ത് ആരും കാണൂല, ഇച്ചായും വരൂല, ഇഞ്ഞായും വരൂല, ഒരാളും നമ്മുടെ കൂട്ടത്തിൽ വരൂല. അപ്പൊ നമ്മളെ ഖബറിൽ രക്ഷിക്കാൻ ഒരൊറ്റ സൂറത്തുണ്ട്. ആ സൂറത്ത് ഇന്ന് മുതൽ കാണാൻ പിടിച്ചോളി. ഇന്ന് മുതൽ കാണാൻ പഠിച്ച് അങ്ങ് ഗുണമുണ്ടാകും. 4 സൂറത്ത് ഒരാൾ സ്ഥിരമായിട്ട് ഓതിയാൽ അവർക്ക് പ്രകാശമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വമൻ ഖറഅ അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ വയാസീൻ വഖതറബത്തിസ് സാഅതു വൻശഖൽ ഖമർ വതബാറകല്ലദീ ബിയദിഹിൽ മുൽക്
കുന്ന ലഹു ഹിർവനൂറൻ വഹിർസം മിനശ്ശൈത്താനി വശിർകി. ആരെങ്കിലും ഈ 4 സൂറത്ത് ദിവസം തോറും ഓതിയാൽ അവനെ പ്രകാശം കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമത്രേ. ശിർക്കിൽ നിന്നും പൈശാചികമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 4 സൂറത്ത് ഹാമീം സജദ, ഒന്ന് സജദ, സൂറത്തു സജദ, സൂറത്ത് യാസീൻ, സൂറത്തുൽ ഖമർ, സൂറത്തുൽ മുൽക്ക്. ഇത് 4 ഓതിയാല് ശൈത്താൻ അടുത്തേക്ക് വരൂല. 3 സൂറത്ത് സ്ഥിരമായിട്ട് ഓതിയാൽ, 3 സൂറത്ത് സ്ഥിരമായിട്ട് ഓതിയാൽ സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിൽ നിന്ന് അവരെ ക്ഷണിക്കപ്പെടും. 1 സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ റഹ്മാൻ, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ ഹദീദ്. ഇത് 3ഉം പാരായണം ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്തുള്ള അനുഗ്രഹം ഉണ്ടാകും. മാത്രമല്ല 4 സൂറത്ത് സ്ഥിരമായി ഓതുകയോ ഒറ്റയ്ക്ക് ഇടവിട്ട് ഓതുകയോ, മൻ ഖറഅ സൂറത്തുൽ ഖമരി വറഹ്മാൻ വൽ ഹദീദ്. ആരെങ്കിലും സൂറത്തുൽ ഖമറും സൂറത്തുൽ റഹ്മാനും സൂറത്തുൽ വാഖിഅയും സൂറത്തുൽ ഹദീദും ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സൂറത്താണ്. ഇത് ഓതിയാൽ ലഖിയല്ലാഹ തആല വവജ്ഹുഹു കൽ ഖമരി ലൈലത്തുൽ ബദ്രി. നാളെ അല്ലാഹുവിനെ അവർ കണ്ടുമുട്ടുന്നത് പൂർണ്ണ പൗർണമിയെ പോലെ പ്രകാശിക്കുന്ന മുഖവുമായിട്ട് റബ്ബിനെ നാളെ കാണാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സൂറത്ത് പഠിച്ചോ. തീർന്നു. 12 മണിയാവും ഇൻഷാ അല്ലാഹ്. ഇന്നി ലാ ജിദു ഫീ കിതാബില്ലാഹി സൂറത്തൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഞാൻ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് കാണുകയുണ്ടായി സ്വഹാബത്തെ. മൻ ഖറാഹാ ഇൻദ നൗമിഹി. ആരെങ്കിലും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അത് പാരായണം ചെയ്താൽ കുതിബ ലഹു മിൻഹാ 30 ഹസന വമുഹിയ അൻഹു منها 30 سيئا ورفع له منها 30 درجة. 30 നന്മകൾ അവന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെടും. 30 തെറ്റുകൾ അല്ലാഹു പൊറുത്തപ്പെട്ടു കൊടുക്കപ്പെടും. 30 പദവികൾ അല്ലാഹു നാളെ ആഖിറത്തിൽ ഉയർത്തപ്പെടും. വബഅസ അല്ലാഹു ഇലൈഹി മലകം മിനൽ മലായിക. മലക്കുകളിൽ നിന്ന് ഒരു മലക്കിനെ അവന്റെ ബെഡ്റൂമിലേക്ക് അല്ലാഹു അയക്കുമത്രേ. ലിയഹ്ഫളഹു മിൻ കുല്ലി സൂ ഐ മിൻ കുല്ലി ഷൈഇൻ ഹത്താ യസ്തൈഖിള. സുബ്ഹിക്ക് ഇവൻ ഉണരുന്ന സമയം വരെ എല്ലാ ഇടങ്ങേറ് മുസീബത്തിൽ നിന്ന് ഇവനെ സംരക്ഷിക്കാൻ ഒരു മലക്കിനെ അല്ലാഹു ഇവന്റെ ബെഡ്റൂമിലേക്ക് നിയോഗിക്കുമത്രേ. ആര്? ഇത് ഉറങ്ങുന്നതിന് മുമ്പ് ഓതണം. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് 30 നന്മ കിട്ടും, 30 തിന്മ ഡിലീറ്റ് ആവും, 30 പദവി ഉയർത്തപ്പെടും. ഇന്ന് മുതൽ ഓതാൻ തുടങ്ങിയാൽ മരിക്കുന്നവർ എത്ര പദവിയായിരിക്കും അപ്പോൾ അത്. എന്നിട്ടൊരു മലക്ക് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. രാത്രി നമ്മളെ ആരും ഒന്നും തൊടൂല, ആരും ഒന്നും സ്പർശം. ഒതുവെടുത്തിട്ട് കിടക്കണം കേട്ടോ, ഒതുവെടുത്തിട്ട് കിടക്കണം. രാത്രി ജിമാ ചെയ്തിട്ട് കിടന്നാൽ ഒന്നുകിൽ ഒതുവെടുത്തിട്ട് കിടക്കണം, അല്ലെങ്കിൽ കുളിച്ചിട്ട് കിടക്കണം. അതാണ് എൻ്റെ നിയമം, സിസ്റ്റം അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്നാലും ഈ മലക്കൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ ഈ ജനാപത്തുള്ളിടത്ത് മലക്കൾ പാഞ്ഞു പോലെ, അപ്പൊ അതുകൊണ്ട് അതിന്റെ നിയമം അങ്ങനെയാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള പൊതുസ്ഥലത്തല്ലേ പറയാൻ പറ്റുള്ളൂ, ആൾ മനസ്സിലാക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യട്ടെ. ജിമാ ചെയ്തിട്ട് ഒരു തുണിയിൽ രണ്ടും കൂടെ തുടയ്ക്കരുത്, രണ്ട് വേറെ വേറെ ടിഷ്യൂ പേപ്പർ വെച്ചോണം. ഇന്നത്തെ സാഹചര്യം അല്ലെങ്കിൽ അടിയമ്പഴക്ക് ഉണ്ടാവും, രണ്ടു കൂട്ടരാണെങ്കിൽ അടിയമ്പഴക്ക് ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. ഇതൊക്കെ ഒരു മസലയാണ്, ഇതെല്ലാം പ്രശ്നം. ഭാര്യയും ഭർത്താവുന്നാലും പ്രശ്നം ഉണ്ടാകാൻ കാരണം അത് തന്നെയാണ്. രണ്ടും രണ്ടായിട്ട് മാറിപ്പോണം, രണ്ട് തുണി, രണ്ട് വേസ്റ്റ് പാത്രം, അങ്ങനെ പോട്ടെ, അതെല്ലാം വിട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രാത്രി ഒരു മലക്ക് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും രാവിലെ വരെ. തീർന്നില്ല. വഹിയ അൽ മുജാദില തുജാദിലു അൻ സാഹിബിഹാ ഫീ ഖബരിഹി. ഖബർസ്ഥാനിൽ ഇന്ന് നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ ഇരിക്കുമ്പോൾ ഈ ഖബറാളികൾക്ക് നമ്മളെ കാണാം. അവർ വരുന്നു, വാത് പറയുന്നു, ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, ലൈറ്റ് എല്ലാം അണയ്ക്കപ്പെട്ടാൽ ആരുമില്ല. അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോ ആ ഖബറിന്റെ ഉള്ളിൽ നമുക്ക് സന്തോഷത്തിന് വേണ്ടി വരുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മളെ ചോദിക്കാൻ 2 മലക്കുകളെ കടന്നു വരുന്ന സമയത്ത് ഈ മലക്കുകളുടെ
ശിക്ഷയിൽ നിന്ന്, പീഡനത്തിൽ നിന്ന്. വഹിയ അൽ മുജാദില, തർക്കിക്കുകയാണ് ഈ സൂറത്ത്. തുജാദിലു അൻ സ്വാഹിബിഹാ ഫീ ഖബരിഹി, ഖബറിൽ ഇവനെ രക്ഷപ്പെടുത്താൻ ഈ സൂറത്ത് അവിടെ ഉണ്ടാകും കേട്ടോ. ഐ വഹിയ തംനഉ മിൻ അദാബിൽ ഖബരി, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, തടയാൻ ഇവനെ, ഈ സഹോദരനെ, സഹോദരിയെ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ സൂറത്ത് അവിടെ ഉണ്ടാകും. സഹാബാക്കളോട് ഇത് പറഞ്ഞപ്പോ വളരെ ധൃതി പിടിച്ച് സഹാബത്ത് പോയി ഖുർആൻ പരിശോധിച്ചു നോക്കിയപ്പോ അൽഹംദുലില്ലാഹ് ഞങ്ങൾ കാണുകയുണ്ടായി. വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ സൂറത്താണ്. 30 ആയത്തേ ഉള്ളൂ. 30 ആയത്തുള്ളൂ. 29ാമത്തെ സൂറത്തിന്റെ ഫസ്റ്റ് സൂറത്ത്. അത് ഓദിക്കോ, പഠിച്ചോ, അത് പഠിച്ചോ ഇൻഷാ അല്ലാഹ്. ദഖല റജുലുൻ അൽ ജന്ന ബിശഫാഅത്തി സൂറത്തിൽ മുൽക്കി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ മുൽക്കിന്റെ ശഫാഅത്ത് കാരണത്താൽ അല്ലാഹു ഒരാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാവരും ഓതണം കേട്ടോ ഇൻഷാ അല്ലാഹ്. സഹോദരിമാർ, സഹോദരങ്ങൾ ഓതണം. ഈ പറഞ്ഞ പോലൊക്കെ ചെയ്യണം. എല്ലാം കേൾക്കണം, കേൾക്കാൻ ഉഷാറാണ്. എല്ലാം അമൽ ചെയ്യണം. ആദ്യം എന്നോടും വസിയത്ത് ചെയ്യുന്നു, പിന്നെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. ഈ പറയപ്പെട്ടതെല്ലാം തൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി സ്വർഗത്തിൽ ഇതേപോലെ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.